ഹലോ മക്കളെ, എല്ലാവർക്കും എക്സാം വിന്നർ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. അപ്പോൾ 9ാം ക്ലാസ്സിലെ മുത്തുമണികളെ, നമുക്ക് മലയാളം ഫസ്റ്റിൽ, അതായത് 9ാം ക്ലാസ്സിൻ്റെ മലയാളം ഫസ്റ്റിലെ അവസാനത്തെ ചാപ്റ്ററാണ് നമ്മുടെ സന്തോഷ് ഏച്ചിക്കാനം എഴുതിയ മധുരക്കിഴങ്ങിൻ്റെ രുചി എന്ന് പറയുന്ന ഈ മനോഹരമായ പാഠഭാഗം അല്ലേ. നമ്മുടെ സുജിത്തും സുനിതയും കഥാപാത്രങ്ങളായി വരുന്ന, അതിജീവനത്തിൻ്റെ കഥ പറയുന്ന, അനാഥത്വം വേട്ടയാടുന്ന രണ്ട് കുട്ടികളെ അതിജീവിച്ചുകൊണ്ട് കൃഷി ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ അടയാളപ്പെടുത്തുന്ന ഒരു മനോഹരമായ കഥയാണ് സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ മധുരക്കിഴങ്ങിൻ്റെ രുചി. നമുക്കറിയാം, നമ്മളെ 9ാം ക്ലാസ്സിൻ്റെ അവസാനത്തെ കഥയാണ്. അതായത് നമ്മൾ 9ാം ക്ലാസ്സിൻ്റെ മലയാളം ഫസ്റ്റിലെ അവസാനത്തെ കഥാഭാഗമാണ് മധുരക്കിഴങ്ങിൻ്റെ രുചി. ഒരു മധുരം രുചിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ പാഠഭാഗം അല്ലെങ്കിൽ പാഠപുസ്തകം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മുടെ ആനുവൽ എക്സാമിലേക്ക് നോക്കുമ്പോൾ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും, ഒരുപാട് ചോദ്യങ്ങൾ ഈ പാഠഭാഗത്തു നിന്നും ചോദിച്ചിരിക്കും, ഉറപ്പാണ്. കാരണം എന്താ, അവസാനത്തെ ചാപ്റ്ററാണ്. നമ്മുടെ ഓണപ്പരീക്ഷ കഴിഞ്ഞു, ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞു, ഇനിയുള്ളത് എന്താണ്? ആനുവൽ എക്സാം ആണ്. ഇപ്പം നമ്മുടെ ഓണപ്പരീക്ഷയ്ക്കും ക്രിസ്മസ് പരീക്ഷയ്ക്കും ചോദിച്ച പാഠഭാഗങ്ങളിൽ നിന്നും ചോദ്യം വരും. പക്ഷേ പ്രധാനമായും നമുക്ക് ആനുവൽ എക്സാമിന് പഠിക്കാനുള്ള അവസാനത്തെ പോർഷൻസ് നിന്നായിരിക്കും ഒരുപാട് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാൻ സാധിക്കുക. അപ്പോൾ നമുക്ക് ഈ പാഠഭാഗം കൃത്യമായി വളരെ ഗൗരവത്തോടു കൂടി പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട്. അല്ല മുത്തോണികളെ? ഉണ്ട്. അതിനാണ് ഈ ക്ലാസ്. ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഈ ഒരു ചാപ്റ്ററും ഇതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളും സെറ്റാക്കാൻ പോവുകയാണ്. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് പഠിച്ചാലോ. സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ മധുരക്കിഴങ്ങിൻ്റെ രുചി. കാസർഗോഡ് വെച്ച് നടക്കുന്ന ഒരു കഥയാണിത്. രണ്ട് കുട്ടികളുടെ അതിജീവനത്തിൻ്റെ, അവർ കൃഷി ചെയ്തുകൊണ്ട് മധുരക്കിഴങ്ങ് വിളയിച്ചെടുത്ത് അതിൻ്റെ മധുരം അവിടുത്തെ നാട്ടുകാർ രുചിക്കുകയും ഇത് നമുക്ക് ഒരു മോട്ടിവേഷണലായിട്ട്, പ്രോത്സാഹനമായിട്ട്, പ്രചോദനാത്മകമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന പാഠഭാഗം കൂടിയാണ്. നമുക്കറിയാം, ഈ ഒരു പാഠഭാഗം തുടങ്ങുമ്പോൾ എന്താണ് എഴുതി കാണിക്കുന്നത്? വെയിലിൽ വെന്ത വേരുകൾ കണ്ണീരിൻ്റെ നനവ് കാത്തുവയ്ക്കുന്നു, ഇലകളിൽ മധുരം വിളമ്പുന്നു. എന്താ മക്കളെ ഇത് പറയുന്നത് മുത്തുമണികളെ? അധ്വാനത്തിൻ്റെ മഹത്വമാണ്. വെയിലിൽ വെന്ത വേരുകൾ, നമുക്കറിയാം എന്താണ്, തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ലെന്ന് ചൊല്ലുണ്ട് മലയാളത്തിൽ. അതേപോലെ വെയിലിൽ വെന്ത വേരുകൾ, അധ്വാനം, വിയർപ്പ്, കണ്ണീരിൻ്റെ നനവ് കാത്തുവയ്ക്കുന്നു. നമ്മുടെ അധ്വാനത്തിൻ്റെ, കഷ്ടപ്പാടിൻ്റെ നനവ് കാത്തുവയ്ക്കുന്നു. അവസാനം ഈ അധ്വാനവും കണ്ണീരും പരിശ്രമവും കൂടി ചേരുമ്പോൾ അവസാനം എന്താ മക്കളെ? ഇലകളിൽ മധുരം വിളമ്പുന്നു, ഇലകളിൽ മധുരം കിട്ടുന്നു. നമ്മുടെ കൃഷി, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത പരിശ്രമം, പ്രവൃത്തി എന്തായി മാറുന്നു? വിജയത്തിലേക്ക് എത്തുന്നു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ മക്കളെ? വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു ദിവസം ഞാൻ ബേഡെടുക്കയിലുള്ള എൻ്റെ അമ്മയുടെ വീട്ടിൽ ചെന്നതായിരുന്നു. ബേഡെടുക്കാന്ന് കാസർഗോഡിലൊരു സ്ഥലമാണ്. നിങ്ങൾ കാസർഗോഡ് ഭാഷ അറിയാം? കാസർഗോഡ് ഇജെന്ത് കളിക്കുന്നത്? ഇജ് ബാങ്ങിട്ട് ബേങ്ങിട്ട് പോകുന്ന ആവശ്യമുണ്ടടാ? ഇജ് കാഞ്ഞിക്ക് പോയില്ല. എന്ത് കാരണം? എന്ത് കാര്യടാ? എൻ്റെ മുത്തി നോക്കറ മേറ് അടി വാങ്ങിയിട്ട് നിൽക്കുന്നു. എന്ത് പോലും കളിക്കുന്നത്? നല്ല പാങ്ങുണ്ട്, നല്ല മജ്ജുണ്ടല്ലോ കാണാൻ, നല്ല മജ്ജ കുപ്പായടാ, എന്ത് രസടാ. ഇതാണ് കാസർഗോഡത്തെ ഒരു ഭാഷ എന്ന് പറയുന്നത് അല്ലേ. ഇപ്പം സാംസ്കാരികപരമായിട്ട് അല്ലെങ്കിൽ സപ്തഭാഷാ നഗരി, 7 ഭാഷകൾ കൂടിയതാണ് കാസർഗോഡ് എന്ന് പറയും അല്ലേ. കാസർഗോഡ് വന്നിട്ട് നിങ്ങൾ അടിപൊളി കുപ്പായിട്ട് ഡ്രസ്സ് ഇട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആൾക്കാരെന്താ പറയുമോ? ഇജ്ജറാ എന്ത് മൊഞ്ചറാ അതിൻ്റെ കുപ്പായം കാണാൻ, നല്ല മജ്ജ ഉണ്ടല്ലോ, മജ്ജ കുപ്പായടാ, പാങ്ങുണ്ട്, എന്ത് രസമാണ് അതിനെ കാണാൻ. അങ്ങനത്തെ ഒരു ഭാഷാ രീതിയാണ്. ഇപ്പോൾ കാസർഗോഡ് ബേഡെടുക്കുക, നമ്മളെ സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ സ്ഥലമാണ് കാസർഗോഡ്. അപ്പം അവിടെ നടക്കുന്ന ഒരു കഥയാണിത്. എൻ്റെ അമ്മയുടെ വീട്ടിൽ ചെന്നതായിരുന്നു അല്ലേ. എഴുത്തുകാരൻ്റെ അമ്മയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് ഈ കഥയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്. ബസ് ഇറങ്ങി കുറച്ചു ദൂരം നടന്ന് ഒരു കയ്യാല കയറി പാറക്കെട്ടുകളും കുറ്റിച്ചെടികളും നിറഞ്ഞ ഇടവഴിയിലൂടെ നടന്ന് കവുങ്ങിൻ തോപ്പിലിറങ്ങിയപ്പോഴേക്കും കുറേ ആളുകൾ ധൃതിയിൽ നാട്ടിക്കണ്ടത്തിന് നേരെ ഓടിപ്പോകുന്നു കണ്ടു. ഇദ്ദേഹം ബസ് ഇറങ്ങി നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഓടിപ്പോവുകയാണ് അല്ലേ. ആൾക്കാർ ഓടിപ്പോവുകയാണ്. എങ്ങോട്ടേക്കാണ് ഓടിപ്പോകുന്നത്? എന്തോ ഒന്ന് നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടുകാർ വെറുതെ ഓടാൻ നിൽക്കില്ല. എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം ഇല്ലാണ്ട് നമ്മുടെ നാട്ടുകാർ എവിടേക്കും ഓടിപ്പോകില്ല അല്ലേ. എന്താണ് 5 സ്റ്റാർ നിന്നാൽ പറഞ്ഞാൽ നമ്മുടെ നാട്ടുകാർ ഡൂ നത്തിങ് എന്നാണ് ആൾക്കാർ. പക്ഷേ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ആയ, അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഉണ്ടെങ്കിൽ നാട്ടുകാർ എന്ത് ചെയ്യും മക്കളെ? ഓടിപ്പോകും. അതേപോലെ ഇദ്ദേഹം ബസ് ഇറങ്ങി നിൽക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ഓടിപ്പോകുന്ന കാഴ്ച കണ്ടു. എവിടേക്ക്? ഒരു നാട്ടിക്കണ്ടത്തിലേക്ക്. നാട്ടിക്കണ്ടം വെച്ചാൽ വയൽ, നമ്മുടെ നാട്ടുഭാഷയാണ് നാട്ടിക്കണ്ടം എന്ന് പറഞ്ഞാൽ. അവിടേക്ക് ഓടിപ്പോകുന്ന കാഴ്ചയാണ് കാണുന്നത്.
പച്ചക്കറികൾ വളർന്ന് കണ്ണെത്താ ദൂരത്തോളം പച്ച നിറം വ്യാപിച്ചു കിടക്കുന്ന വയലിലേക്ക് നോക്കിയപ്പോൾ അവിടെയും കുറേ ആളുകൾ കൂടിയിട്ടുണ്ട് അല്ലേ? വയലിലേക്ക് നോക്കിയപ്പോൾ അവിടെയും ഒരുപാട് ആളുകളെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ എന്തോ ഒന്ന് കണ്ടിട്ടാണ് ഓടി ഓടി പോകുന്നത്. അതെന്തിലേക്കുള്ള ഓട്ടമാണ് എന്നാണ് നമ്മൾ ഈ കഥാഭാഗത്തിലൂടെ പഠിക്കാൻ പോകുന്നത്. ഇദ്ദേഹം കാസർഗോഡ് ബേഡടുക്കയിലുള്ള അമ്മയുടെ വീട്ടിലേക്ക് ബസ് ഇറങ്ങി പോകുമ്പോൾ അവിടെയുള്ള ആൾക്കാർ എങ്ങോട്ടൊന്നില്ലാതെ കൂട്ടമായി ഓടുന്ന കാഴ്ചയാണ് കാണുന്നത്. കുറേ ആൾക്കാർ വയലിലേക്ക് നാട്ടിക്കണ്ടത്തിലേക്കൊക്കെ ഓടി ഓടി പോകുന്നുണ്ട്. അപ്പോൾ എന്തോ ഒന്നിലേക്കാണ് ആൾക്കാർ അന്വേഷിച്ച് ഓടിപ്പോകുന്നതെന്ന് എഴുത്തുകാരന് മനസ്സിലായി. എന്തെങ്കിലും അത്യാഹിതം, അപകടം, ദുരന്തം, എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചു കാണും അല്ലേ? എന്തെങ്കിലും ആക്സിഡൻറ്റോ അല്ലെങ്കിൽ മരണമോ അപകടമോ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കാണും. അല്ലാതെ നമ്മുടെ നാട്ടുകാർ ഇങ്ങനെ ധൃതിപ്പെട്ട് ഓടിപ്പോകില്ല എന്ന് എഴുത്തുകാരൻ പറയാണ്. അല്ലെങ്കിൽ ആളുകൾ ഇങ്ങനെ വെപ്രാളപ്പെട്ട് ഓടിപ്പോകേണ്ട കാര്യമില്ലല്ലോ അല്ലേ? എഴുത്തുകാരൻ പറയാണ് എന്തെങ്കിലും സംഭവിക്കാതെ നമ്മുടെ നാട്ടുകാർ ഓടിപ്പോടാ ഇല്ല, എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. അത്യാഹിതം, അപകടം, ദുരന്തം എന്തോ ഒന്നുണ്ട്. അതുകൊണ്ടാണ് ഈ നാട്ടുകാരൊക്കെ ഓടിപ്പോകുന്നത്. എന്തിലേക്കാണ് നാട്ടുകാരിങ്ങനെ ഓടിപ്പോകുന്നത് എന്ന ചിന്തയാണ് എഴുത്തുകാരൻ ആദ്യത്തെ പാരഗ്രാഫിലൂടെ നമ്മോട് പറയുന്നത്. കണ്ടത്തിലെ ഈർപ്പം മാറാത്ത മൺകട്ടകൾക്കുമേൽ ഏതെങ്കിലും ഒരു പരിചയക്കാരൻ മരിച്ചു കിടക്കുന്നത് ഞാൻ സങ്കല്പിച്ചു നോക്കി അല്ലേ? ആ ഒരു മണ്ണിൻ്റെ കൂനയിൽ, മൺകട്ടയിൽ തനിക്ക് പരിചയമുള്ള ഏതോ ഒരു മനുഷ്യൻ മരിച്ചു പോയി കാണുമോ എന്ന ചിന്തയാണ് ആരുടെ മനസ്സിലേക്ക് വന്നത് മക്കളെ? എഴുത്തുകാരൻ്റെ മനസ്സിലേക്ക് അല്ലേ? തനിക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു പരിചയക്കാരൻ അവിടെ മരിച്ചു വീണിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും നാട്ടുകാർ ഓടി ഓടി പോകുന്ന കാഴ്ച കാണാൻ വേണ്ടി. അല്ലാതെ എന്തിനാണ് ഈ നാട്ടുകാർ ഇങ്ങനെ ഓടിപ്പോകേണ്ട ആവശ്യമെന്ന് എഴുത്തുകാരൻ ചിന്തിക്കുകയാണ്. പക്ഷേ ഓടിപ്പോകുന്ന ആളുകളുടെ മുഖത്ത് ഒരു ദുരന്തം നടന്നതിൻ്റെ മ്ലാനതയൊന്നും കാണാനില്ല അല്ലേ? ഒരു ദുരന്തം നടന്ന മ്ലാനത, ദുഃഖം ഒന്നും കാണാനില്ല അല്ലേ? ദുരന്തം നടന്നാലും മുഖത്തൊരു സങ്കടം ഉണ്ടാവും, അല്ലെങ്കിൽ സന്തോഷമായിരിക്കോ? അല്ല, സങ്കടം ഉണ്ടാവും അല്ലേ? ഒരു ടെൻഷൻ, ആശങ്ക, ഭയം ഉണ്ടാകും. പക്ഷെ അതൊന്നും അവിടെ കൂടിയ ആൾക്കാരുടെ മുഖത്തില്ല. പിന്നെന്താണ്? എന്തൊരു ക്യൂരിയോസിറ്റിയാണ്, അല്ലെ ഒരു ആകാംക്ഷയാണ്, എന്തെന്നറിയാത്ത ഒരു സന്തോഷത്തോടു കൂടിയുള്ള ഒരു ആകാംക്ഷയിലൂടെയാണ് ആൾക്കാരിങ്ങനെ ഓടിപ്പോകുന്നത് അല്ലേ? എന്തോ ഒരു ആശ്ചര്യത്തോടു കൂടിയുള്ള ഓട്ടമായിരുന്നത് എന്ന് എഴുത്തുകാരന് മനസ്സിലായി. ആരും മരിച്ചിട്ടില്ല, ഒരു ദുരന്തവും സങ്കല്പിച്ചിട്ടില്ല, നടന്നിട്ടില്ല, സംഭവിച്ചിട്ടില്ല. പകരം എന്താണ്? എന്തോ ഒന്ന് ക്യൂരിയോസിറ്റി ആയിട്ട്, ആകാംക്ഷയിൽ, ആശ്ചര്യത്തിലാണ് ആൾക്കാർ ഓടിപ്പോകുന്നത് വയലിലേക്കെന്ന് എഴുത്തുകാരൻ സന്തോഷ് ഏച്ചിക്കാനത്തിന് മനസ്സിലായി. പിന്നെ ഒന്നും ആലോചിച്ചില്ല അല്ലെ? നമ്മുടെ ഈ ഒരു ചിത്രം കണ്ടാടാ, നമ്മുടെ സുജിത്തും പിന്നെ സുനിതയും പിന്നെ അവിടെ നാട്ടുകാരൊക്കെ എന്താണ് മധുരക്കിഴങ്ങ് ഇങ്ങനെ കൃഷി ചെയ്തെടുക്കുകയാണ്. അതിലേക്ക് നമുക്ക് വരാം. ഒന്നും ആലോചിച്ചില്ല, ഞാനും അങ്ങോട്ട് വെച്ചു പിടിച്ചു അല്ലെ? നമ്മളെ സ്വഭാവം തന്നെ, ജന്തണ്ടാ കളിക്കുന്നത് അല്ലേ? നമ്മളതേ സ്വഭാവം. എന്തെങ്കിലും ഒന്ന് കണ്ടാൽ നാട്ടുകാർ ഓടുന്ന കണ്ട് നമ്മളും അതിൻ്റെ ബയ്യേ ഓടും അല്ലേ? അതിൻ്റെ പിറകെ ഓടും. ഏറ്റവും ഉദാഹരണം സാറ് പറഞ്ഞു തരട്ടെ. നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒന്ന് ആൾക്കാർ തിരിഞ്ഞു നോക്കിയാൽ എല്ലാം ആ സ്പോട്ടിൽ ബാക്കോട്ട് തിരിഞ്ഞു നോക്കും അല്ലേ? നമുക്കറിയുന്ന വേണ്ട, നമ്മൾ ആ സ്പോട്ടിൽ ഇറങ്ങി നോക്കും എന്താ സംഭവിച്ചേ. അതാണ് മനുഷ്യർക്കിടയിൽ ആകാംക്ഷ എന്ന് പറയുന്നത്. അതേപോലെ ആൾക്കാർ ഓടുന്ന സ്ഥലത്തേക്ക് ആരും ഓടി മക്കളെ? നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ സന്തോഷ് ഏച്ചിക്കാനും ആ വയലിലേക്ക് ഓടി. എന്താ അവിടെ നടക്കണേന്ന് അറിയണമല്ലോ. അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച എന്നെ നിരാശപ്പെടുത്തി. കുറേ പേർ ഇരുന്ന് മധുരക്കിഴങ്ങ് മാന്തിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ 2 കുട്ടികളുമുണ്ട് അല്ലേ? ഇദ്ദേഹം വിചാരിക്കാണ് എന്തോ വലിയ സംഭവം നടന്നിട്ടുണ്ട് അല്ലേ? എന്തോ വലിയ ഒന്നും അവിടെ സംഭവിച്ചിട്ടുണ്ട്. അത് കാണാനാണ് സന്തോഷ് ഏച്ചിക്കാൻ ഓടിയത്. പക്ഷേ അവിടെ എന്താണ്? അദ്ദേഹം പോയി വയലിൽ നോക്കുമ്പോൾ കുറേ ആൾക്കാർ ഇരുന്നിട്ട് മധുരക്കിഴങ്ങ്, നിങ്ങൾ മധുരക്കിഴങ്ങ് കഴിച്ചിട്ടുണ്ട്? മധുരമുള്ള കിഴങ്ങ് അല്ലേ? ആ മധുരക്കിഴങ്ങ് ആൾക്കാർ ഇങ്ങനെ ഭാര്യ എടുക്കുകയാണ് മണ്ണിന്ന്. കൂട്ടത്തിൽ 2 കൊച്ചു കുട്ടികളുണ്ട്, സുജിത്തും സുനിതയും. ഈ കാഴ്ച കാണാനാ ഞാൻ ഓടി വന്നേ? എഴുത്തുകാരൻ ചിന്തിക്കുകയാണ്. ഇത്രയും വലിയ ആൾക്കാർ ഓടുന്ന കണ്ട് ഞാൻ വിചാരിച്ചു എന്തോ സംഭവിക്കുന്നുണ്ട് എന്ന്. ഒന്നും സംഭവിച്ചിട്ടില്ല, പിന്നെ എന്തിനാ ഞാൻ ഓടി വന്നേ അല്ലേ? എഴുത്തുകാരൻ ചിന്തിക്കുകയാണ് മക്കളെ. അവിടെ എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്, അതെന്തോ വലിയൊരു സംഗതിയാണെന്ന് വിചാരിച്ച് എഴുത്തുകാരൻ ആ വയലിലേക്ക് ഓടിപ്പോയപ്പോൾ കണ്ട കാഴ്ച ആൾക്കാരിരുന്ന് മധുരക്കിഴങ്ങ് വാരുന്ന കാഴ്ചയാണ്. അത് കണ്ടപ്പോൾ ഇദ്ദേഹം ചിന്തിക്കുകയാണ്, ഈ ചെറിയ സംഗതി കാണാൻ വേണ്ടിയാണോ ഈ നാട്ടുകാർ ഞാനൊക്കെ ഓടി വന്നത് എന്ന്. ഇത് കാണാനാണോ ആളുകൾ ഇങ്ങോട്ട് ഓടിപ്പാഞ്ഞു വന്നത്? നെൽകൃഷി കഴിഞ്ഞാൽ ആളുകൾ പച്ചക്കറികളും മധുരക്കിഴങ്ങും മുതിരയും ചെറുപയറും ഒക്കെ കൃഷി ചെയ്യും. ഇതിലെന്താണിപ്പോൾ ഇത്ര അത്ഭുതം അല്ലേ? നമ്മൾ നെൽകൃഷി കഴിഞ്ഞാൽ
ഇപ്പം നമുക്ക് നെൽകൃഷിയൊക്കെ കൊയ്ത്ത് സീസണാണ്. ഈ കൊയ്ത്തിലും കഴിഞ്ഞ് അവിടെ ആ പാടത്ത് എന്തെങ്കിലും കൃഷികൾ നടും, കൃഷി ചെയ്യും, പച്ചക്കറികൾ. അതൊരു സ്വാഭാവികമായ കാര്യമാണ്. ഈ കൃഷി കഴിഞ്ഞാൽ കൊയ്ത്ത് കഴിഞ്ഞ പാടത്തിൽ എന്താണ് പച്ചക്കറികളും മധുരക്കിഴങ്ങും മുതിരയും ചെറുപയറും ഒക്കെ നടുന്ന സാധാരണ കാര്യമാണ്. അതിനെന്തിനാണ് ഇത്ര ആൾക്കാർ ധൃതിപ്പെട്ട് ഓടുന്നതെന്ന് എഴുത്തുകാരൻ ചോദിക്കുന്നത്. അത്ഭുതമുണ്ട് അല്ലേ? ബാഹുബലി എന്ന ഞാൻ എന്ന് പറയുന്ന പോലെ പെട്ടെന്ന് ചെറിയോനേട്ടൻ എന്ന് പറയുന്ന കഥാപാത്രം രംഗപ്രവേശനം ചെയ്തു. ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങളിലൊന്നാണ് ചെറിയോനേട്ടൻ. എഴുത്തുകാരൻ പറയാണ്, ഈ മധുരക്കിഴങ്ങൊക്കെ കൃഷി ചെയ്യുന്നത് ഇത്ര അത്ഭുതപ്പെടാൻ എന്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ചെറിയോനേട്ടൻ വന്ന് പറയാണ്, എഴുത്തുകാരൻ സന്തോഷ് ഏച്ചിക്കാനത്തോട് പറയാണ്, അത്ഭുതമുണ്ട്. മധുരക്കിഴങ്ങ് കൃഷി ചെയ്യുന്നത് ലോകത്തിലെ ആദ്യത്തെ കാര്യമൊന്നല്ല, പക്ഷേ ഇതിൽ അത്ഭുതമുണ്ട്. 2 കുഞ്ഞു കുട്ടികളാണ്. സുജിത്തും സുനദിയും എന്ന് പറയുന്ന അനാഥരായ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയുമാണ്. 2 പിഞ്ചു ബാല്യങ്ങളാണ് ഇത് കൃഷി ചെയ്ത് ഇവിടെ വിളവെടുത്തത്. അപ്പോൾ അത്ഭുതമില്ലേ എന്ന് ആര് പറഞ്ഞു? ചെറിയോനേട്ടൻ എഴുത്തുകാരനോട് പറഞ്ഞു. ഞങ്ങളുടെ നാട്ടിലെ പ്രായം കൂടിയ കൃഷിക്കാരനും കന്നുകാലി ചികിത്സകനുമാണ് അദ്ദേഹം അല്ലെ. ആ നാട്ടിലെ കൃഷി ചെയ്യുന്നതിൽ മിടുക്കനായ, പാരമ്പര്യമുള്ള, ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള, പരിചയമുള്ള നാട്ടിലെ പ്രായം കൂടിയ കൃഷിക്കാരനും കന്നുകാലി ചികിത്സകൻ, അതായത് വളർത്തുമൃഗങ്ങളെ ചികിത്സ ചെയ്യുന്ന ആളുമാണ് ആര് മക്കളെ? ചെറിയോനേട്ടൻ. അദ്ദേഹം പറയാണ്, ഇത് നിസ്സാര കാര്യമല്ല. മധുരക്കിഴങ്ങ് കൃഷി ചെയ്ത് വിളവെടുക്കുന്നത് ലോകത്തിൻ്റെ ആദ്യത്തെ കാര്യമൊന്നുമല്ല, പക്ഷേ ഇവിടെ കൃഷി ചെയ്തത് 2 കുട്ടികളാണ്. അതാണ് ഇതിനെ വെറൈറ്റിയാക്കി വലുതാക്കി മാറ്റുന്നതെന്ന് എഴുത്തുകാരനോട് ആര് പറഞ്ഞു മക്കളെ? നമ്മുടെ ചെറിയോനേട്ടൻ പറയാണ്. കാര്യം പിടികിട്ടാതെ ഞാൻ ചെറിയോനേട്ടനെ നോക്കി. നമ്മുടെ എഴുത്തുകാരൻ ചെറിയോനേട്ടനെ ഇങ്ങനെ നോക്കി, എന്താ ഇപ്പം ഇദ്ദേഹം പറയുന്നത്, മൂപ്പരെന്താ പറയുന്നത്? ചെറിയോനേട്ടനെ നോക്കി. ആര്? നമ്മുടെ എഴുത്തുകാരൻ സന്തോഷ് ഏച്ചിക്കാനം. ചെറിയോനേട്ടൻ ഞങ്ങളുടെ ഗ്രാമത്തെ അത്ഭുതത്തിൻ്റെ പരകോടിയിലെത്തിച്ച, മരണത്തിനുമേൽ ജീവിതത്തിൻ്റെ വിളവെടുപ്പ് നടത്തിയ 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെ ആത്മവിശ്വാസത്തിൻ്റെ കഥ പറഞ്ഞു തുടങ്ങി അല്ലേ? റോക്കി ബായിയുടെ കഥയാണ് KGF പറഞ്ഞതെങ്കിൽ ബാഹുബലിയുടെ കഥയാണ് ബാഹുബലിയിൽ പറയുന്നുണ്ടെങ്കിൽ, മാർക്കോയുടെ കഥയാണ് മാർക്കോ എന്ന സിനിമയിൽ പറയുന്നതെങ്കിൽ, പഴശ്ശിരാജയുടെ കഥയാണ് പഴശ്ശിരാജ എന്ന സിനിമയിൽ പറയുന്നതെങ്കിൽ, ഇവിടെ മധുരക്കിഴങ്ങിൻ്റെ രുചി എന്ന് പറയുന്ന കഥയിലെ ചെറിയോനേട്ടൻ പറയുന്നത് സുജിത്തിൻ്റെയും സുനിതയുടെയും കഥയാണ്. പ്രിയപ്പെട്ട മക്കളെ, ഇനിയാണ് ചെറിയോനേട്ടൻ ആരുടെ കഥ പറയുന്നത്? അനാഥരായി അച്ഛനും അമ്മയും മരിച്ച് കൂടപ്പുറപ്പാരെ നോക്കാനില്ലാതിരുന്നിട്ടും ജീവിതം കൈവിട്ടു പോയിട്ടും മരണത്തിൽ നിന്നും കയറി വന്ന് അതിജീവനം നടത്തി മിടുക്കരും മിടുക്കികളുമായി മാറിയ സുജിത്തും സുനിധിയും എന്ന കൊച്ചു കുട്ടികളുടെ കാർഷിക വിജയത്തിൻ്റെ വലിയ കഥയാണ് ഇനി ചെറിയോനേട്ടൻ ആരോട് പറയാൻ പോകുന്നത്? നമ്മുടെ എഴുത്തുകാരനായ സന്തോഷ് ഏച്ചിക്കാനത്തിനോട്. ഇനി നമുക്ക് കഥ കേട്ടാലോ? സുജിത്തും സുനിധിയും ആരാണ് എന്ന് കഥ കേട്ടാലോ? കേൾക്കാം. 8 വയസ്സുകാരനായ സുജിത്തും, എത്രയാണ്? 8 വയസ്സായിരിക്കരുത് മക്കളെ നമ്മുടെ സുജിത്തിന്. പിന്നെയോ 6 വയസ്സുകാരിയായ സുനിതയും. 6 വയസ്സ് ആർക്കാണ് മക്കളെ? സുനിതയ്ക്ക്. അപ്പോൾ 8 വയസ്സും 6 വയസ്സുമുള്ള സുജിത്തും സുനിതയുമാണ് നമ്മുടെ കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ, കഥാനായകനും കഥാനായികയും. അച്ഛനും അമ്മയും ഇല്ലാത്ത 2 അനാഥ കുട്ടികൾ അല്ലേ? അച്ഛനും അമ്മയും ഇല്ലാത്ത 2 അനാഥ കുട്ടികളാണ് ആര്? സുജിത്തും സുനിതയും. അവർക്ക് ഒരു അമ്മയുണ്ടായിരുന്നു. അവർക്കെന്നൊരു അമ്മയുണ്ടായിരുന്നു, പേര് നാരായണി അല്ലേ? സുജിത്തിൻ്റെയും സുനിതയുടെയും അമ്മയുടെ പേരാണ് എന്തേ? നാരായണി. ഇവർക്ക് പുറമെ 2 പെൺമക്കൾ കൂടി നാരായണിക്കുണ്ട് അല്ലേ? നാരായണിയുടെ 2ാമത്തെ കല്യാണത്തിന് വന്ന മക്കളാണ് ആര്? സുജിത്തും സുനിതയും. ഇവർക്ക് നാരായണിക്ക് ഇവരെ കൂടാതെ 2 മക്കൾ കൂടിയുണ്ട്, പെൺമക്കൾ കൂടിയുണ്ട്. ആദ്യത്തെ കല്യാണത്തിലെ മക്കള് രുക്മിണിയും രാഗിണിയുമാണ് നാരായണിയുടെ ആദ്യത്തെ കല്യാണത്തിന് മക്കളെന്ന് പറയാൻ ശേഷമാണ് ആരുണ്ടായത്? വേറൊരു ഭർത്താവിൽ സുജിത്തും സുനിതയും. അവർ അമ്മയോട് തങ്ങൾ ആരുടെ മക്കളാണെന്ന് ചോദിച്ചിട്ടില്ല. അവർ അതൊട്ട് പറഞ്ഞിട്ടുമില്ല. രുക്മിണിയെയും രാഗിണിയെയും വിവാഹം കഴിച്ച പുരുഷന്മാരും അത് ചോദിച്ചിട്ടില്ല അല്ലേ? അങ്ങനെ രുക്മിണിയും രാഗിണിയും ഒരിക്കലും ഈ അമ്മയോട് തങ്ങളുടെ പിതാവ് ആരാണെന്ന് ചോദിച്ചിട്ടില്ല. അങ്ങനെ തൻ്റെ പെൺമക്കളെ ആര് കെട്ടിച്ചു വിട്ടു? നാരായണി കെട്ടിച്ചു വിട്ടു. അപ്പോഴൊന്നും നമ്മുടെ സുജിത്തും സുനിതയും ജനിച്ചിട്ടില്ല. ശേഷമുണ്ടായ കല്യാണത്തിലാണ് സുജിത്തും സുനിതയും നാരായണിക്ക് ജനിക്കുന്നത്. നാരായണി കാഴ്ചയിൽ അതിസുന്ദരിയായിരുന്നു. നമ്മുടെ സുജിത്തിൻ്റെയും സുനിതയുടെയും അമ്മ നാരായണി അതിസുന്ദരിയായിരുന്നു.
അവർ അടുത്ത വീടുകളിലെ ഏച്ചിൽ പാത്രങ്ങൾ വെണ്ണീറിട്ട് നിരന്തരം കഴുകുകയും പഴങ്കഞ്ഞി കുടിക്കുകയും ബാക്കി വന്ന ആഹാര സാധനങ്ങൾ കിണ്ണത്തിൽ പകർന്ന് വീട്ടിൽ കൊണ്ടുപോയി അമ്മ ചോയിച്ച് എന്നൊരു കഥാപാത്രം വന്നു. നാരായണിയുടെ അമ്മ, അതായത് നമ്മുടെ സുജിത്തിൻ്റെയും സുനിതയുടെയും അമ്മൂമ്മ. ചോയിച്ചിക്കും 100 കഴിഞ്ഞ അമ്മൂമ്മ കുഞ്ഞമ്മയ്ക്കും മക്കൾക്കും കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഇവരുടെ അമ്മയായ നാരായണനെ കുറിച്ചാണ് പറയണേ. നാരായണിക്ക് 2 പെൺമക്കളുണ്ടായിരുന്നു, രുക്മിണിയും പിന്നെ രാഗിണിയും. ഇവരെ കല്യാണം കഴിപ്പിച്ച് അയച്ചു നാരായണി. അതിനുശേഷമുണ്ടായ നാരായണിയുടെ മറ്റൊരു കല്യാണത്തിലാണ് നമ്മുടെ സുജിത്തും സുനിതയും ഉണ്ടാവുന്നത്. ഈ നാരായണിയുടെ അമ്മയുടെ പേരാണ് ചോയിച്ചി, അതായത് സുജിത്തിൻ്റെയും സുനിതയുടെയും അമ്മൂമ്മയുടെ പേര്. രാഗിണിയും രുക്മിണിയും ഞങ്ങൾ കുട്ടികളോടൊപ്പം കളിച്ചു, കഥ പറഞ്ഞു, സ്കൂളിൽ പോയി ഒന്നിച്ചിരുന്നു പഠിച്ചു. 7ാം ക്ലാസ്സിൽ എത്തിയപ്പോഴേക്കും രാഗിണിയും അത് കഴിഞ്ഞ് രുക്മിണിയും പഠനം നിർത്തി തുന്നലിനും ബീഡിപ്പണിക്കുമൊക്കെ പോയി തുടങ്ങി. അപ്പം വേഗം തന്നെ സ്കൂൾ വിദ്യാഭ്യാസം നിർത്തി രാഗിണി രുക്മിണി പണിക്ക് പോയി. 2 പേരെയും കാണാൻ ചന്തമുള്ളതുകൊണ്ട് ആലോചനയുമായി ആദ്യം വന്ന പയ്യന്മാർക്കു തന്നെ നാരായണി 2 പേരെയും കെട്ടിച്ചു കൊടുത്തു. അങ്ങനെ നാരായണി തൻ്റെ പെൺമക്കളായ രുക്മിണിയെയും രാഗിണിയെയും ചന്തമുള്ളതുകൊണ്ട് നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണേ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. ഇതൊരു നാടൻപാട്ടാണ്, പെട്ടെന്ന് ഓർമ്മ തന്നെയാണ്. ഓക്കെ, നാരായണിക്ക് 2 മക്കളാണ്, രുക്മിണിയും രാഗിണിയും. അവരെ കെട്ടിച്ചു വിട്ടു. ശേഷം ആര് സ്വസ്ഥമായി ജീവിക്കുകയാണ്? നാരായണി സ്വസ്ഥമായി ജീവിക്കുകയാണ്. അവരുടെ കല്യാണത്തിന് പണവും പച്ചക്കറികളും അരിയും പൈസയുമായി കഴിയുന്ന വിധത്തിലൊക്കെ നാട്ടുകാർ സഹായിച്ചു. അങ്ങനെ നാരായണിയെ നാട്ടുകാർ പല വിധത്തിൽ സഹായിച്ചുകൊണ്ട് അവരുടെ പെൺമക്കളായ രുക്മിണിയെയും രാഗിണിയെയും കെട്ടിച്ചു വിട്ടു. ശേഷം 2 മക്കളും പോയപ്പോഴാണ് നാരായണിക്ക് ഒരു ആലോചന വന്നത്. തൻ്റെ മക്കളെ കെട്ടിച്ചയച്ചു. ഭർത്താവ് പണ്ടേ ഇല്ല, ഭർത്താവ് മരിച്ചു പോയിട്ടുണ്ടാകും, ചിലപ്പോൾ നാട് വിട്ടു പോയിട്ടുണ്ടാകും, ഉപേക്ഷിച്ചിട്ടുണ്ടാവും, അറിയില്ല. നാരായണി തൻ്റെ 2 പെൺമക്കളെയും രുക്മിണിയെയും രാഗിണിയെയും കെട്ടിച്ചു വിട്ട ശേഷം നാരായണിക്ക് ഒരു ആലോചന വന്നു. നാരായണിക്ക് വയസ്സ് വിൽങ്ങനെയൊന്നും ഇല്ലാട്ടോ, കാണാൻ നല്ല സുന്ദരിയാണ്. തൻ്റെ പെൺമക്കളെ കെട്ടിച്ചു വിട്ട ശേഷം, കല്യാണം കഴിപ്പിച്ചു വിട്ട ശേഷം അമ്മ നാരായണിക്ക് ഒരു ആലോചന വന്നു. ആ ഒരു ആലോചനയിൽ ഉണ്ടായ മക്കളാണ് കേട്ടോ സുജിത്തും സുനിതയും. ആലോചന വന്നു. ആദ്യം വേണ്ട എന്നൊക്കെ നാരായണി പറഞ്ഞുവെങ്കിലും പിടിച്ചു നിൽക്കാൻ നോക്കി. ചോയിച്ചിയും കുഞ്ഞമ്മയും ചത്തുപോയാൽ നീ ഒറ്റക്കാവൂലേ? 2 പെൺമക്കളെയും മംഗലം കഴിച്ചു കൊടുത്തില്ലേ? ചോയിച്ചി നാരായണിയുടെ അമ്മ, കുഞ്ഞമ്മ ആരാണ്? നാരായണിയുടെ അമ്മൂമ്മ. അപ്പം തൻ്റെ അമ്മയും അമ്മൂമ്മയും നമ്മുടെ ചോയിച്ചിയും കുഞ്ഞമ്മയും മരിച്ചു പോയ നാരായണി ഒറ്റക്കാവില്ലേ എന്ന ചോദ്യമൊക്കെ വന്ന്, അതുകൊണ്ട് നിനക്കും വേണ്ടേ ഒരു കൂട്ട്? നീ തൻ്റെ പെൺമക്കളെയൊക്കെ കെട്ടിച്ചു വിട്ടില്ലേ മോളെ? ഇനി നാരായണി നിനക്കും ഒരു കല്യാണം കഴിക്കാം, ഈ വയസ്സുകാലത്ത് നീ ഒറ്റക്കാകരുതെന്ന് പറഞ്ഞ് ആൾക്കാരുടെ നിർബന്ധപ്രകാരം നാരായണി 2ാമതൊരു കല്യാണത്തിന് സമ്മതം മൂളി. അതിലാണ് ഈ 2 മക്കളായ സുജിത്തും സുനിതയും ഉണ്ടാവുന്നത്. ഇനി നിനക്കൊരു ജീവിതം വേണ്ടേ നാരായണി? ആൾക്കാർ പറയാൻ തുടങ്ങി, നിനക്കൊരു ജീവിതം വേണ്ടേ നാരായണി? ഒരു കല്യാണം നീ കഴിച്ചൂടെ? കഴിച്ചൂടെ? അപ്പോൾ ആ ഒരു കല്യാണം നാട്ടുകാർ ചോദിക്കാൻ തുടങ്ങി നാരായണിയോട്. ചിലർ പറയുന്നത് ശരിയാണെന്ന് നാരായണിക്ക് തോന്നി. അതായത് 2 മക്കളെയും ഞാൻ കെട്ടിച്ചു വിട്ട് സ്വസ്ഥയായി, ഇനി എനിക്കെൻ്റെ വയസ്സുകാലത്ത് ഒരു കൂട്ട് വേണമെന്ന് നാരായണി ചിന്തിച്ചു. നാരായണി സമ്മതം മൂളി. ശരി, ഞാൻ കല്യാണത്തിന് സമ്മതമാണ് എന്ന് നാരായണി പറഞ്ഞു. ഒരു ദിവസം നാരായണിയെ കുറച്ച് അകലെ നിന്ന് വന്ന ഒരാൾ കല്യാണം കഴിച്ചു കൊണ്ടുപോയി. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നാരായണിയെ കുറച്ച് അകലെ നിന്നും ഒരാൾ വന്ന് നാരായണി 2ാമത് കല്യാണം കഴിച്ചു. ഒരു 60കാരനാണ് നാരായണിയെ വീണ്ടും കല്യാണം കഴിച്ചത്. പക്ഷേ നല്ല സ്വഭാവ ഗുണമുള്ള മനുഷ്യനാണ്, നല്ല മനുഷ്യൻ, തങ്കപ്പെട്ട നല്ല സ്വഭാവമുള്ള ഒരു മനുഷ്യൻ നാരായണിയെ കല്യാണം കഴിച്ചു. പ്രഗത്ഭനായ ആശാരി, ഒരു കാർപ്പൻ്ററാണ് നാരായണിയെ 2ാമത് കല്യാണം കഴിച്ചത്. കാഴ്ചയിൽ പക്ഷേ വളരെ ദുർബലനായ ആരോഗ്യം ക്ഷയിച്ചൊരു വ്യക്തിയായിരുന്നു കാഴ്ചയിൽ. ഇതിനകം ജീവിതത്തിലുണ്ടായ 3 മരണങ്ങൾ അയാളെ വല്ലാതെ തളർത്തിക്കളഞ്ഞിരുന്നു. ഇയാൾക്ക് മുമ്പൊരു കല്യാണം കഴിഞ്ഞിരുന്നു, ഇയാൾ കല്യാണം കഴിഞ്ഞ് ഇയാളുടെ കുടുംബക്കാരും മരിച്ചിരുന്നു, 3 മരണങ്ങൾ സംഭവിച്ചിരുന്നു. തൻ്റെ സൗന്ദര്യവുമായി ചേർത്ത് വയ്ക്കാൻ പറ്റില്ലെങ്കിലും ആ മനുഷ്യൻ്റെ കൂടെ നാരായണി പോയി. നാരായണനെ പോലെ സൗന്ദര്യമൊന്നുമില്ല മനുഷ്യന്, പക്ഷേ നാരായണി തൻ്റെ ജീവിതാവസ്ഥ കാരണം ആ മനുഷ്യൻ്റെ ഒപ്പം കല്യാണം കഴിഞ്ഞ് പോവുകയാണ്. അയാളിൽ നാരായണിക്ക് 2 മക്കളുണ്ടായി. ഈ 2ാമതും തന്നെ കല്യാണം കഴിക്കാൻ വന്ന ആശാരി പണിക്കാരനായ ആ വ്യക്തിയിൽ നിന്നുമുണ്ടായ 2 മക്കളാണ് സുജിത്തും സുനിതയും നാരായണിക്ക്.
ആ കുഞ്ഞുങ്ങളാണ് ഈ കഥയിലെ കഥാപാത്രങ്ങളായ സുജിത്തും സുനിതയും. ക്ലിയർ അല്ലേ? സെറ്റ്. സുജിത്തിന് 6 വയസ്സുള്ളപ്പോൾ നാരായണിക്ക് അജ്ഞാതമായ ഏതോ രോഗം പിടിപെട്ടു. 4ാമത്തെ മരണത്തിന് സാക്ഷിയാകേണ്ടി വരുമോ എന്ന ഭയവും കുറ്റബോധവും ആശാരിയെ പിടികൂടി. വൈകാതെ നാരായണി മരിച്ചു. തൻ്റെ ഭാര്യയും മക്കളും മരിച്ച സങ്കടമാണ് ആശാരിക്ക്. ഇനി തൻ്റെ 2ാമത് കെട്ടിയ നാരായണി എന്ന് പറഞ്ഞ തൻ്റെ ഭാര്യ മരിച്ചു പോകുമോ എന്ന ഭയം ആർക്ക് വന്നു? ആശാരിക്ക് വന്നു. അങ്ങനെ സുജിത്തിന് 8 വയസ്സുള്ളപ്പോൾ, സുനിതയ്ക്ക് 6 വയസ്സുള്ളപ്പോൾ ഇവരുടെ അമ്മയായ നാരായണി രോഗം ബാധിച്ച് മരിച്ചു പോവുകയാണ് മക്കളെ. അങ്ങനെ അനാഥത്വം ആരെ വേട്ടയാടുന്നു? നമ്മുടെ സുജിത്തിനെയും സുനിതയും വേട്ടയാടുന്നു കഥയിൽ നിന്ന് കാണാൻ സാധിക്കും. സുജിത്തും സുനിതയും അനാഥരായി. സുജിത്തും സുനിതയും അനാഥരായി മാറി അല്ലെ? അമ്മ മരിച്ചുപോയി, അനാഥരായി. അവർ അമ്മൂമ്മയുടെ വീട്ടിലെത്തി. തിരികെ അമ്മൂമ്മയുടെ തറവാട്ടിലെത്തി, ചോദിച്ചിട്ട് വീട്ടിലെത്തി. അതായത് നാരായണിയുടെ അമ്മയുടെ വീട്ടിലെത്തി. അതിനകം മുതുമുത്തശ്ശിയായ കുഞ്ഞമ്മ മരിച്ചു പോയിരുന്നു. ഇവരുടെ മുത്തശ്ശി കുഞ്ഞമ്മ മരിച്ചു പോയിരുന്നു. പറക്കമുറ്റാത്ത, അത് വളർച്ചയെത്താത്ത പേരക്കുട്ടികളെ പോറ്റാൻ 75കാരിയായ ചോദിച്ച് അടുത്ത വീട്ടിലെ പാത്രങ്ങൾ കഴുകി അല്ലേ? ഈ അമ്മ മരിച്ചുപോയ അച്ഛൻ എവിടെയൊക്കെ പോയിട്ടോ, ആശാരിയായ ഈ 2ാമത് കണ്ണം വെച്ച് ഇവർ അച്ഛൻ എവിടെയൊക്കെ പോയി, അമ്മ മരിച്ചും പോയി. ഈ സുജിത്തും സുനിതയും അനാഥരായി. ഇവരെ വളർത്താൻ വേണ്ടി നാരായണിയുടെ അമ്മയായ ചോദിച്ച്, അതായത് ഇവരുടെ സുജിത്തിൻ്റെ സുനിതയുടെയും അമ്മൂമ്മയായ ചോദിച്ച് ഓരോ വീട്ടിലും പോയി പണിയെടുക്കുകയാണ്, വീട്ടുവേല ചെയ്യുകയാണ്. പറക്കമുറ്റാത്ത, അതായത് വളർച്ചയെത്താത്ത പേരക്കുട്ടികളെ, തൻ്റെ മക്കളെ നോക്കാൻ പോറ്റാൻ 75കാരിയായ ചോദിച്ച് അടുത്ത വീട്ടിലെ പാത്രങ്ങൾ കഴുകി അല്ലെ? അടുത്ത വീട്ടിലെ പാത്രങ്ങളൊക്കെ കഴുകാണ് ഈ ചോദിച്ച്. പുളിച്ച കഞ്ഞിയും പഴകിയതും ഒരിക്കലും പാകമാകാത്തതുമായ ഉടുപ്പുകളുമായി തിരിച്ച് കൂരയിലെത്തി അല്ലേ? തൻ്റെ അമ്മ മരിച്ചുപോയ ഈ പേരക്കുട്ടികളെ നോക്കാൻ വേണ്ടി അടുത്ത വീടുകളിൽ പോയി പണിയെടുക്കുകയാണ് ഈ ചോദിച്ച് എന്ന് പറയുന്ന ഇവരുടെ മുത്തശ്ശി അമ്മൂമ്മ. പാകത്തിനനുസരിച്ച് സുജിത്ത് മിടിയും സുനിത ആൺകുട്ടികളുടെ ട്രൗസറും ഇട്ടു അല്ലേ? പെൺകുട്ടിയുടെ ഡ്രസ്സ് സുജിത്തും, ആൺകുട്ടിയുടെ ഡ്രസ്സ് നമ്മുടെ പെൺകുട്ടിയായ സുനിതയും ഇടുകയാണ്. അത്രയും ദാരിദ്ര്യമാണ്. വസ്ത്രത്തിൽ പോലും തങ്ങൾക്കിഷ്ടമുള്ള വസ്ത്രം തിരഞ്ഞെടുക്കാനുള്ള അവകാശമോ സാമ്പത്തികമോ ഇവർക്കില്ല. ദാരിദ്ര്യവും പട്ടിണിയുമുള്ള കഥാപാത്രങ്ങളായി സുജിത്തും സുനിതയും കാണാൻ സാധിക്കുന്നുണ്ട്. ചെറിയവനേട്ടൻ കാണുന്നതിന് മുമ്പ് അതുങ്ങളെ ഒരു ദിവസം ഞാൻ കണ്ടിട്ടുണ്ട് അല്ലേ? നമ്മൾ എഴുത്തുകാരൻ സന്തോഷ് ഏച്ചിക്കാരൻ പറയാണ്, അവിടുത്തെ കൃഷിക്കാരനായ ചെറിയവനേട്ടൻ കാണുന്നതിന് മുമ്പ് ഈ കുട്ടികളെ ആര് കണ്ടിട്ടുണ്ട് മക്കളെ? നമ്മുടെ എഴുത്തുകാരനായ സന്തോഷ് ഏച്ചിക്കാരൻ കണ്ടിട്ടുണ്ട് എന്നാണ് എഴുത്തുകാരൻ പറയുന്നത്. മുടിവെട്ടാൻ കാശില്ലാതെ പെൺകുട്ടികളെ പോലെ നടക്കുന്ന സുജിത്തിന് ദാനം കിട്ടുന്ന വസ്ത്രങ്ങൾ ലിംഗഭേദമില്ലാതെ യഥേഷ്ടം ഉപയോഗിക്കാൻ ആ രൂപം വളരെയേറെ സഹായിച്ചു അല്ലേ? ഡ്രസ്സ് വാങ്ങാൻ ആർക്ക് പൈസയില്ല? സുജിത്തിന് പൈസയില്ല. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഫ്രീ ആയിട്ട് ഡ്രസ്സ് കൊടുക്കുമ്പോൾ അത് പെൺകുട്ടിയുടെ ഡ്രസ്സായാലും ആൺകുട്ടികളുടെ ഡ്രസ്സായാലും അവനത് ചേരും. കാരണം മുടി വെട്ടാൻ പോലും അവൻ്റെ കയ്യിൽ പൈസയില്ല. അതുകൊണ്ട് മുടിയൊക്കെ വളർത്തിയ രൂപമായിരുന്നു ആര്? സുജിത്ത്. അതുകൊണ്ട് അത്രയും ദാരിദ്ര്യവും കഷ്ടപ്പാടും പട്ടിണിയും അനുഭവിച്ച കഥാപാത്രങ്ങളായി, കുട്ടികളായി സുജിത്തിനെയും സുനിതയും കാണാൻ സാധിക്കും. അനാഥ ബാല്യങ്ങളാണ്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു കൈക്കോട്ട് പിടിക്കാനുള്ള ശേഷി കിട്ടും വരെ എന്നെ മടക്കി വിളിക്കല്ലേ ദൈവമേ. വിളിക്കല്ലേ എന്ന് പറഞ്ഞാൽ കാസർഗോഡിൻ്റെ നാട്ടുഭാഷയാണ്. സാറ് ക്ലാസ് എടുക്കുമ്പോൾ ആദ്യം പറഞ്ഞില്ലേ കാസർഗോഡിൻ്റെ ഭാഷ വിളിക്കല്ലേ അല്ലേ? കീഞ്ഞ് പാഞ്ഞ് ഓടി മേങ്ങി മോങ്ങിയിട്ട് കരഞ്ഞ് കുത്തിരിക്കി എന്ത് മജ്ജ പാങ്ങില്ലി വർത്താനം പറയടാ. അങ്ങനത്തെ ഒക്കെ കാസർഗോഡത്തെ ഭാഷയാണ്. എന്താ കളിക്കുന്നറാ, എന്ത് കളിക്കുന്നു, മാങ്ങിയിട്ട് മോങ്ങിയിട്ട് കൊല്ല കാര്യമുണ്ടറാ, എന്താ അങ്ങനത്തെ ഒരു ഭാഷയാണ് കാസർഗോഡ്. അതേപോലെ തന്നെയാണ് വിളിക്കല്ലേ ദൈവമേ അല്ലേ? വിളിക്കല്ലേ എന്ന് പറഞ്ഞാൽ എന്നെ വിളിക്കല്ലേ, മരണത്തിലേക്ക് എന്നെ കൊണ്ടുപോകല്ലേ എന്നാണ് ഈ ചോദിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. എന്താണ്? എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആരെ? സുജിത്തിനും സുനിതയ്ക്കും ഒരു കൈക്കോട്ട് പിടിക്കാനുള്ള ശേഷി കിട്ടും വരെ എന്നെ മടക്കി വിളിക്കല്ലേ ദൈവമേ എന്ന് ആര് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് മക്കളെ? ഇവരുടെ അമ്മുമ്മയായ ചോദിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഇത്തിരി മണ്ണുണ്ട്, അതിൽ കപ്പയിട്ടെങ്കിലും അവറ്റകൾ ജീവിച്ചോളും അല്ലേ? എൻ്റെ കുട്ടികൾ വളർന്നു വലുതാകാൻ കൈക്കോട്ട് പിടിക്കാനുള്ള ശക്തി ശരീരത്തിനും മനസ്സിനും കിട്ടുന്നത് വരെ എന്നെ മരണത്തിലേക്ക് വിളിക്കല്ല ദൈവമേ എന്ന് മുത്തശ്ശി പ്രാർത്ഥിക്കുകയാണ് ചോദിച്ച് ദൈവത്തോട് അല്ലേ? ഞാൻ മരിച്ചുപോയാൽ എൻ്റെ ഈ കുഞ്ഞുങ്ങൾ ഒറ്റക്കാവുമെന്ന് ചോദിച്ചിക്കറിയാം. പക്ഷേ ദൈവം ചോദിച്ചയുടെ വിളി കേട്ടില്ല. പ്രാർത്ഥന കൊണ്ട് മറികടക്കാൻ പറ്റുന്നതിനേക്കാൾ അവരുടെ ശരീരം ക്ഷീണിച്ചു പോയിരുന്നു. എൻ്റെ മക്കൾക്ക് ശക്തി വരുന്നത് വരെ, കൈക്കോട്ട് പിടിക്കാനുള്ള ശേഷി വരുന്നത് വരെ എന്നെ വിളിച്ചു കൊണ്ടുപോകല്ലേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ച ചോദിച്ചയെ ദൈവം വിളിച്ചു. ചോദിച്ച് മരിച്ചുപോയി. ഇവരുടെ അമ്മൂമ്മയായ ചോദിച്ച്, സുജിത്തിൻ്റെയും സുനിതയുടെയും അമ്മൂമ്മയായ ചോദിച്ച് മരണപ്പെട്ടു പോവുകയാണ്.
മരണത്തിൻ്റെ ആഘാതത്തിൽപ്പെട്ട് കണ്ണീര് പോലും പുറത്തു വരാത്ത വണ്ണം ആ കുട്ടികൾ മരവിച്ചു പോയി. തൻ്റെ അമ്മൂമ്മയായ ചോദിച്ച് മരിച്ച ശേഷം തീർത്തും സ്തബ്ധമായി നിൽക്കുകയാണ്, സ്തംഭിച്ച് നിൽക്കുകയാണ്. ആരെ? നമ്മുടെ അനാഥരായ നമ്മുടെ സുജിത്തും സുനിതയും. ഇപ്പോൾ വീഴുമെന്ന് തോന്നുന്ന ഓലപ്പുരയും 5 സെൻറ്റ് മണ്ണും മാത്രം ആശാരിയുടെ സ്വത്തൊക്കെ മറ്റു 3 ബന്ധത്തിലുണ്ടായിരുന്ന മക്കൾ പകുത്തെടുത്തു അല്ലേ. ഇപ്പോൾ വീഴുമെന്നാകുന്ന ഒരു ഓലപ്പുര, 5 സെൻറ്റ് മണ്ണ് മാത്രമേ ആർക്കുള്ളൂ? നമ്മുടെ ആർക്ക്? സുജിത്തിനും സുനിതയ്ക്കുമുള്ളൂ. തൻ്റെ അച്ഛൻ്റെ ആശാരിയുടെ സ്വത്തെല്ലാം അവരുടെ പെൺമക്കൾ എന്ത് ചെയ്തു? അവരുടെ ബന്ധുക്കൾ എന്ത് ചെയ്തു മക്കളെ? പകുത്തു കൊണ്ടുപോയി എന്ന് കാണാൻ സാധിക്കും. ബന്ധത്തിലുണ്ടായിരുന്ന മക്കൾ പകുത്തെടുത്തു. ഇവർ അച്ഛൻ്റെ സ്വത്ത് ആശാരിയുടെ. ഈ കുഞ്ഞുങ്ങൾ എങ്ങനെ ജീവിക്കും? ഗ്രാമം മൂക്കത്ത് വിരൽ വെച്ചു അല്ലേ. ഈ കുഞ്ഞുങ്ങളിനെ എങ്ങനെ ജീവിക്കും? ഇവരുടെ അമ്മ മരിച്ചുപോയി, അച്ഛനില്ല, ആകെ ആശ്രയമായ മുത്തശ്ശി ചോദിച്ച് മരിച്ചുപോയി. ഇനി ഇവരെങ്ങനെ ജീവിക്കുമെന്ന് അവിടുത്തെ ആൾക്കാർ, ബേഡടുക്കയിലെ ആൾക്കാർ ചിന്തിക്കുകയാണ്. മൂക്കത്ത് കൈവച്ച് ഇനി ഇവരെങ്ങനെ ജീവിക്കുമെന്ന് ചിന്തിക്കുകയാണ്. പതുക്കെ ആ കുഞ്ഞുങ്ങളെ എല്ലാവരും മറന്നു. സുജിത്തിനെയും സുനിതയും ആ നാട്ടിലെ നാട്ടുകാരെല്ലാം മറന്നു പോവുകയാണ്. ഭക്ഷണവുമായി ഇനി ഒരിക്കലും അമ്മൂമ്മ വരില്ലെന്ന് മനസ്സിലായപ്പോൾ 8 വയസ്സുകാരനായ സുജിത്ത് മെല്ലെ പുറത്തിറങ്ങി അല്ലേ. ഇനി ഭക്ഷണവുമായി ഒരിക്കലും തൻ്റെ അമ്മൂമ്മ തന്നെ തേടി വരില്ല, തങ്ങളെ തേടി വരില്ല എന്ന് ആർക്കും മനസ്സിലായി. സുജിത്തിന് മനസ്സിലായി എന്ന് കാണാൻ സാധിക്കും. അവൻ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി. ഇനി എന്ന് പറയുന്നത് അല്ലേ സിംഗപ്പാതെ എന്ന് രജനീകാന്ത് പറയുന്ന പോലെ ഇനി തനിക്കൊരു വഴിയുമില്ല, ഇനി നമ്മൾ മാത്രമേ ഉള്ള തിരിച്ചറിവിൽ സുജിത്തും സുനിതയും ഏക ലക്ഷ്യത്തോടു കൂടി പുറത്തേക്ക് വിശാലമായ സമൂഹത്തിലേക്ക് ഇറങ്ങുകയാണ് മക്കളെ, സ്വന്തം അതിജീവനത്തിന് വേണ്ടി. കുറച്ചു ദിവസം അയൽക്കാരൊക്കെ എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തു സുജിത്തിനും സുനിതയ്ക്കും. അവൻ അനുജത്തിയെ തൊട്ടിൽ കൊണ്ടുപോയി തണുത്ത വെള്ളത്തിലിരുത്തി കുളിപ്പിച്ചു അല്ലേ. തൻ്റെ അനിയത്തിയെ മനോഹരമായി സുന്ദരമായി സ്നേഹത്തോടു കൂടി നോക്കുകയാണ് ആര് മക്കളെ? നമ്മുടെ സുജിത്ത്. തലമുടി തോർത്തി കൊടുക്കുന്നു. മഴ പെയ്തപ്പോൾ തൻ്റെ പുതപ്പ് അവൾക്ക് കൊടുത്തു. ഇടിവെട്ടിയപ്പോൾ അവൻ പേടിച്ചില്ല, സന്തോഷിച്ചു. ഇടിവെട്ടിയാൽ കൂണുകൾ മുളയ്ക്കുമെന്ന് ചോദിച്ച് പറഞ്ഞു കൊടുത്തിരുന്നു. കുമിളുകൾ മുളച്ചാൽ പിറ്റേന്ന് കാലത്ത് അതൊക്കെ നുള്ളിയെടുത്ത് കൊണ്ടുവന്ന് പുഴുങ്ങി കഴിക്കാമല്ലോ അല്ലേ. തൻ്റെ അനിയത്തിയെ പൊന്നുപോലെ നോക്കുന്ന ഒരു ഏട്ടനെ കാണാൻ സാധിക്കും. കഥാപാത്ര നിരൂപണം ചോദിക്കാം ചിലപ്പോൾ സുജിത്ത്. തൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും അമ്മൂമ്മയുടെയും മരണത്തിന് ശേഷം ദാരിദ്ര്യം പിടിപെട്ടിട്ടും തൻ്റെ അനിയത്തിയെ പൊന്നുപോലെ നോക്കുന്ന കൂടപ്പിറപ്പായ സഹോദരൻ. തലതോർത്തി കൊടുക്കുന്നു, കുളിപ്പിക്കുന്നു, അവളെ കളിപ്പിക്കുന്നു, സന്തോഷിപ്പിക്കുന്നു. മഴ വന്നാൽ കൂണുകൾ മുളച്ചു പൊന്തും, അത് വേവിച്ച് പുഴുങ്ങി കഴിക്കാമെന്നല്ലോ ചിന്തിക്കുന്ന ദാരിദ്ര്യവും കഷ്ടപ്പാടും അനുഭവിക്കുന്ന അനാഥ ബാല്യങ്ങളായി സുജിത്തും സുനിതയും മാറുന്നു കഥയിൽ. മരണത്തെയും അനാഥത്വത്തെയും ആ കുട്ടികൾ മെല്ലെ മെല്ലെ അതിജീവിക്കുന്നത് ഗ്രാമം കോരിത്തരിപ്പോടെ നോക്കി നിന്നു. എന്നാൽ മരണം, അനാഥത്വം, തൻ്റെ അമ്മയും അച്ഛനും തൻ്റെ അമ്മൂമ്മ ചോദിച്ച് മരിച്ചു പോയിട്ടും അവർ ജീവിതത്തെ വിട്ടുകൊടുത്തില്ല മക്കളെ. അനാഥത്വം, ആരുമില്ല, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൻ മോൺസ്റ്റർ ആടാ എന്ന് പറയുന്ന പോലെ ഒറ്റയ്ക്ക് വഴിവെട്ടി വരുന്നവനാണ് ആരടാ? നമ്മുടെ സുജിത്തും സുനിതയും. അവർ ജീവിതത്തെ വിട്ടുകൊടുക്കുന്നില്ല മക്കളെ. ഇതൊരു സന്ദേശമാണ്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒളിച്ചോടുന്നവരാണോ നിങ്ങൾ? പേടിക്കുന്നവരാണോ നിങ്ങൾ? ടൂറിന് പോകാൻ പൈസ ഇല്ലെങ്കിൽ, പ്രണയം ബ്രേക്കപ്പായെങ്കിൽ, അല്ലെങ്കിൽ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയെങ്കിൽ, വിചാരിച്ച മാർക്ക് കിട്ടിയില്ല, പരീക്ഷയ്ക്ക് തോറ്റുപോയി, ഫോൺ തന്നില്ല, ഫോൺ പിടിച്ച് വെച്ചു, ടീച്ചർ ചീത്ത പറഞ്ഞു, നെവർ മൈൻഡ്, ഇതിലൂടെ വിടുക, അത്രയേ ഉള്ളൂ. അല്ലാതെ നിങ്ങളതും പിടിച്ച് സന്തോഷിക്കാതെ കരഞ്ഞിരുന്ന ഒരു കാര്യമില്ല. ഈ കഥയിലെ സുജിത്തും സുനിതയും ഒരു മാതൃകയാണ്. പ്രശ്നങ്ങൾ വേട്ടയാടുമ്പോൾ പിന്തിരിഞ്ഞോടുകയല്ല, അതിനെ തോൽപ്പിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് സഞ്ചരിക്കുകയാണ് വേണ്ടത് എന്ന വലിയ സന്ദേശം ഈ പാഠഭാഗം നമുക്ക് തരുന്നുണ്ട്. മെല്ലെ മെല്ലെ അതിജീവിക്കുന്നത് സുജിത്തും സുനിതയും അവരുടെ കഷ്ടപ്പാടുകളെ മെല്ലെ മെല്ലെ അതിജീവിക്കുന്നത് ഗ്രാമം കോരിത്തരിപ്പോടെ അഭിമാനത്തോടെയും അത്ഭുതത്തോടെയും നോക്കി നിന്നു എന്നാ പറയണേ. സുജിത്ത് തവര പൊട്ടിച്ചു കൊണ്ടുവന്ന്, തവര വെച്ചാൽ ഒരു ധാന്യമാണ്, തവര പൊട്ടിച്ചു കൊണ്ടുവന്ന് ഉപ്പിട്ട് 3 നേരവും കഴിച്ചു. ചോദിച്ച് ആഗ്രഹിച്ചിരുന്നത് പോലെ ഒരു ദിവസം അവന് ചായ്പിൽ വെച്ച തൂമ്പ എടുത്തുയർത്താൻ പറ്റിയല്ലേ. ചോദിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചില്ലേ തൻ്റെ മക്കൾക്ക് തൂമ്പ എടുത്തു പൊക്കാനുള്ള ശേഷി കിട്ടണമെന്ന്. അങ്ങനെ തൻ്റെ ആരോഗ്യവാനായി മാറിയിരിക്കുകയാണ് ആര്? സുജിത്ത്. അവൻ ചായ്പിൽ നിന്നും ഒരു തൂമ്പ എടുത്ത് ഇങ്ങനെ കൈക്കോട്ടെടുത്ത് ഇങ്ങനെ ഉയർത്തി. അവന് കൃഷി ചെയ്യാനുള്ള ശക്തി കിട്ടി, ആരോഗ്യമുണ്ട് ശരീരത്തിൽ നിന്ന് കാണിക്കുന്നു. അപ്പോഴേക്കും വയലുകൾ കൊയ്ത്ത് കഴിഞ്ഞു നിൽക്കുന്ന സമയമായിരുന്നു.
ആളുകൾ പച്ചക്കറിയും മധുരക്കിഴങ്ങും നടാനുള്ള ഒരുക്കത്തിലാണ് അല്ലേ. അപ്പോഴേക്കും ആ നാട്ടിൽ കൊയ്ത്ത് കഴിഞ്ഞു, കൃഷിയിൽ പാടത്തിൽ കൊയ്ത്ത് കഴിഞ്ഞു. ആ കൊയ്ത്ത് കഴിഞ്ഞ പാടത്തിൽ പയറുകൾ, ധാന്യങ്ങൾ, മധുരക്കിഴങ്ങുകളെല്ലാം നടും. ആൾക്കാർ അതിനു വേണ്ടി ഒരുങ്ങുകയാണ്. ഒരുപാട് ആൾക്കാർ ആ കൊയ്ത്ത് കഴിഞ്ഞ പാടത്തിൽ മധുരക്കിഴങ്ങുകൾ നടാൻ തുടങ്ങി. കുറച്ച് കാശ് കൊടുത്ത് 4-5 മാസത്തേക്ക് വയൽ പാട്ടത്തിനെടുത്തിട്ടാണ് ആളുകൾ കൃഷി ഇറക്കുക. ആ വയൽ കുറച്ച് മാസത്തേക്ക് റെൻറ്റിനെടുക്കും, പാടത്തിനെടുക്കും. എന്നിട്ടാണ് ആൾക്കാർ അവിടെ എന്ത് നടുക? മധുരക്കിഴങ്ങ് നടുക. പക്ഷെ ഇവർക്ക് ആഗ്രഹമുണ്ട് സുജിത്തിന്, പക്ഷെ പൈസ ഇല്ല. ഇവരെവിടേക്കാണ് എൻ്റെ പോവുക? ചെറിയോനേട്ടൻ്റെ അടുത്തേക്ക് പോവും. ആ വയൽ പാട്ടത്തിന് തരുമോ എന്ന് ചോദിച്ചിട്ട് സുജിത്തും സുനിതയും വയൽ വരമ്പിൽ ഇരുന്ന് നിരാശരായി. തങ്ങൾക്ക് പണമില്ല, തങ്ങൾ എങ്ങനെ കൃഷി ചെയ്യുമെന്ന് സുജിത്തും സുനിതയും നിരാശരായി ചിന്തിക്കുകയാണ്. കുറച്ച് മധുരക്കിഴങ്ങ് നട്ടാൽ കൊള്ളാമെന്നുണ്ട് ആർക്ക്? ഈ കുട്ടികൾക്ക്. പക്ഷേ വയൽ പാട്ടത്തിനെടുക്കാൻ കാശെവിടെ? ഈ കൊയ്ത്ത് കഴിഞ്ഞ വയൽ പാട്ടത്തിന്, റെൻറ്റിന്, വാടകയ്ക്ക് എടുക്കാൻ പൈസ വേണം. അതില്ല ഇവരെ കയ്യിൽ. അതെന്ത് ചെയ്യുമെന്ന സംശയത്തിലും ആശങ്കയിലും ദുഃഖത്തിലുമാണ് സുജിത്തും സുനിതയും. അങ്ങനെയാണ് അവർ ചെറിയോനേട്ടനെ കാണുന്നത്. ആ സമയത്ത് ചെറിയോനേട്ടൻ എന്ന് പറയുന്ന നേരത്തെ തലമൂത്ത പ്രായം ചെന്ന കൃഷിക്കാരനെ ഇവർ കണ്ടു. ഈ മക്കൾ വെറുതെ ചോദിച്ചതാണ്. എന്താ ചോദിച്ചത് ചെറിയോനേട്ടനോട്? ഇവർ, ഞങ്ങൾക്ക് തിന്നാനൊന്നുമില്ല, നിങ്ങളെ കണ്ടെത്തി ഞാൻ കുറച്ച് കേങ്ങ് നട്ടോട്ടെ. കേങ്ങ് അല്ലെ, ഞാൻ പറഞ്ഞു കാസർഗോഡ് ഭാഷയാണ്, കിഴങ്ങ് എന്നാണ് പറയുക. അതിൻ്റെ നാട്ടുഭാഷയിൽ കേങ്ങ് അല്ലെ, കേങ്ങ് നട്ടോട്ടെ, ഞാൻ നിങ്ങളെ കണ്ടത്തിലെ കേങ്ങ് നട്ടോട്ടെ എന്ന് ആര് ചോദിച്ചു? സുജിത്ത് ചെറിയോനോട് ചോദിച്ചു. സുജിത്ത് ചോദിച്ചു. ചെറിയോനേട്ടൻ ചിരിച്ചു. ചെറിയോനോട് ചിരിച്ചു. ഒരു കൈക്കോട്ട് പൊന്തിക്കാൻ കഴിയാത്ത നീയോ? നിനക്ക് കൈക്കോട്ട് പൊന്തിക്കാൻ പറ്റോളാ? നീ എങ്ങനെയാടാ മധുരക്കിഴങ്ങ് നടുക? ചെറിയോനേട്ടൻ ചിരിച്ചു സുജിത്തിനെ നോക്കിയിട്ട്. എനിക്ക് പൊന്തിക്കാൻ പറ്റും അല്ലേ, എനിക്ക് പൊന്തിക്കാൻ പറ്റുമെന്ന് സുജിത്ത് ആരോട് പറഞ്ഞു? ചെറിയോനേട്ടനോട് പറഞ്ഞു. അവൻ അവിടെ ഇരുന്ന് ആ കൈക്കോട്ടെടുത്ത് പൊക്കി കാണിച്ചു. ചെറിയോനേട്ടന് സങ്കടം വന്നു. ആ കണ്ടം നീ എടുത്തോടാ. എന്താ രോമാഞ്ചാടാ, രോമാഞ്ചം. ചെറിയോനേട്ടൻ പറയാണ്, എടാ കൊച്ചെറുക്കാൻ നിനക്ക് കൈക്കോട്ടൊക്കെ പൊന്തിക്കാനുള്ള ശക്തി ഉണ്ടാ? അപ്പം സുജിത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു കൈക്കോട്ട് പൊക്കിയെടുത്തു. എനിക്ക് പൊക്കാൻ പറ്റും എന്ന് കാണിച്ചു. ചെറിയോനേട്ടൻ ഞെട്ടിപ്പോയി. ചെറിയോനേട്ടൻ സന്തോഷത്തിൽ പറയാണ്, എടാ നീ കണ്ടെടുത്തോ, നീ എടുത്തോ, പാട്ടത്തിനെടുത്തോ, എനിക്കൊരു പൈസയും വേണ്ട. ചെറിയോനേട്ടൻ ആ സ്പോട്ടിൽ സമ്മതിച്ചു. കണ്ടെന്ന് പറഞ്ഞാൽ വയൽ. ചെറിയോനേട്ടൻ കുറേ വയൽ കഷ്ണങ്ങൾക്കിടയിൽ നിന്നും തൻ്റെ മണ്ണിലേക്ക് വിരൽ ചൂണ്ടി. സുജിത്തിനും സഹോദരിക്കും സന്തോഷത്തിനതില്ലായിരുന്നു. ഒരു ചെറിയ പൈസ പോലും വാങ്ങാതെ അവർക്ക് മധുരക്കിഴങ്ങ് കൃഷി ചെയ്യാനുള്ള സ്ഥലം പാട്ടത്തിന് കൊടുത്തു. ആര്? ചെറിയോനേട്ടൻ സുജിത്തിനും സുനിതയ്ക്കും. കാലത്തു മുതൽ അസ്തമിക്കും വരെ അവർ രണ്ടുപേരും ചെറിയ തൂമ്പയും കൈക്കോട്ടുമായി കഴിച്ചുകൂട്ടി. രാവിലെ മുതൽ വൈകുന്നേരം വരെ, സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ ഇവർ ആ വയലിൽ കൃഷി ചെയ്തു, മധുരക്കിഴങ്ങ് നട്ടു, അധ്വാനിച്ചു. ദിവസങ്ങൾക്കുള്ളിൽ അവർ വയൽ കിഴങ്ങ് നടാൻ പാകത്തിൽ ഒരുക്കിയെടുത്തു അല്ലേ. ദിവസങ്ങൾക്കുള്ളിൽ അവർ ആ വയലിൽ കിഴങ്ങ് നടാൻ പാകത്തിൽ ഒരുക്കിയെടുത്തോ, കിളച്ച് ചാല് കീറിയെടുത്തോ. മറ്റുള്ളവർ ഉപേക്ഷിച്ച കിഴങ്ങുവള്ളികൾ മുറിച്ച് ചാലുകീറി നട്ടു. മറ്റുള്ള കൃഷിക്കാർ ഉപേക്ഷിച്ച കിഴങ്ങുവള്ളികളൊക്കെ എടുത്ത് ചാല് കീറി തടമെടുത്ത് അവിടെ മധുരക്കിഴങ്ങിൻ്റെ വള്ളികൾ നട്ടു പോവുകയാണ് സുജിത്തും സുനിതയും ആ വയലിൽ. പഴയ 2 മൺകുടങ്ങൾ ചെറിയോനേട്ടൻ അവർക്ക് നൽകി. ചെറിയോനേട്ടൻ 2 പഴയ മൺകുടങ്ങൾ നൽകി. എന്തിനാ? വെള്ളം ഒഴിക്കാൻ. അവിടുന്ന് പുഴയിൽ നിന്ന് വെള്ളം എടുത്ത് ഇവർ മധുരക്കിഴങ്ങിന് ഒഴിക്കുകയാണ്. ഒരു ഉറുമ്പ് അരിമണി കൊണ്ടുപോകുന്നത് പോലെ പ്രയാസപ്പെട്ട് അവർ തോട്ടിൽ നിന്ന് കുടം അതിസാഹസികമായി മുക്കിയെടുക്കുന്നതും കിഴങ്ങുവള്ളികൾ നനയ്ക്കുന്നതും നാട്ടുകാർ അമ്പരപ്പോടെ നോക്കി. 2 മക്കളാ, 8 പഠിക്കുന്ന, 8 വയസ്സുള്ളവനും 6 വയസ്സുള്ളവളും. ഇവരെ ആ ചെറിയ മൺകുടത്തിൽ തോട്ടിൽ നിന്നും വെള്ളം എടുത്തുകൊണ്ട് ആ വയലിലെ കണ്ടത്തിലെ മധുരക്കിഴങ്ങിന് ദിവസവും വെള്ളമൊഴിക്കാണ്. സുഹൃത്തുക്കളെ, അധ്വാനത്തിൻ്റെ മഹത്വം, അതിജീവനത്തിൻ്റെ മഹത്വമാണ് ഈ കഥ പറയുന്ന ഏറ്റവും വലിയ പാഠം എന്ന് പറയുന്നത്. നാട്ടുകാർ ഇങ്ങനെ ഇവരെ അധ്വാനം നാട്ടുകാർ നോക്കിയിരിക്കുകയാണ്. മറ്റുള്ളവരെ പോലെ ഈ കുട്ടി കൃഷിക്കാരുടെ കിഴങ്ങുവള്ളിയും തളിർത്തു. ഇവരുടെ കിഴങ്ങും ഇങ്ങനെ തളിർത്തു വരികയാണ്. രാത്രി സഹോദരിയെ ചേർത്തു പിടിച്ച് സുജിത്ത് തൻ്റെ സ്വപ്നം പറഞ്ഞു. ഒരു ദിവസം രാത്രി അല്ലേ, നമ്മുടെ നാടോടിക്കാറ്റ് സിനിമയിൽ നമ്മുടെ മോഹൻലാലും ശ്രീനിവാസനും ദാസനും വിജയനും കിടക്കുമ്പോൾ സ്വപ്നം പറഞ്ഞു, എടാ ദാസ, നമുക്ക് എന്ത് ഈ ബുദ്ധി നേരത്തെ തോന്നാത്തേ എന്ന് പറഞ്ഞു. അതേപോലെ രാത്രി സുജിത്ത് സുനിതയോട് പറയാണ്, കിട്ടുന്ന കേങ്ങിൽ നിന്നും നമുക്ക് കുറച്ചെടുത്ത് പുഴുങ്ങി ഉണക്കാം, അടുത്ത കൊല്ലം തിന്നാലോ, അല്ല കുറച്ച് കിഴങ്ങ് പുഴുങ്ങി ഉണക്കാം, അടുത്ത കൊല്ലം നമുക്ക് തിന്നാലോ എന്ന് പറഞ്ഞു.
തവര തിന്നു തിന്ന് എനിക്ക് മതിയായി. ദാരിദ്ര്യമാണ് മക്കളെ ഈ വരിയിൽ പറയുന്നത്. ദാരിദ്ര്യം, ഇവരുടെ ദാരിദ്ര്യമാണ് ഈ വരിയിൽ പറയണേ. അവൾ ചിരിച്ചു. ശരിയേട്ടാ, ആദ്യം കിഴങ്ങുണ്ടാവട്ടെ ഏട്ടാ, കിഴങ്ങുണ്ടാവട്ടെ, എന്നിട്ട് വേണം നമുക്ക് പുഴുക്കി ഉണങ്ങാൻ. ഒന്നും കിഴങ്ങ് കിട്ടുമോ നോക്കാമെന്ന് ആര് പറയാണ്? സുജിത്തിനോട് സുനിത പറയാണ്. കിഴങ്ങു വള്ളികൾ തളിർക്കുന്നതും പാമ്പിനെ പോലെ തടത്തിൽ നിന്ന് അതഴിഞ്ഞു പോകുന്നതും അതിൻ്റെ വേരുകൾ വയലറ്റ് ബലൂൺ പോലെ വീർത്തു പാകമാകുന്നതും ഓർത്തപ്പോൾ സുജിത്തിന് കണ്ണിൽ വെള്ളം നിറഞ്ഞു. സുജിത്ത് നോക്കുമ്പോൾ ഇതാ കിഴങ്ങ് ഇതാ വയലറ്റ് നിറത്തിൽ ഇങ്ങനെ വിളഞ്ഞ് തെളിഞ്ഞ് വരികയാണ്. തൻ്റെ കിഴങ്ങുകൾ വള്ളികൾ പൂത്ത് വരികയാണ്. സുജിത്തിന് സന്തോഷം ഉണ്ടായി എന്നാ പറയണേ. എന്താ കരയുന്നേ? സുനിത ചോദിച്ചു. സുജിത്ത് കരയാണ് ആ കിഴങ്ങ് കണ്ടപ്പോൾ. സുനിത അനിയത്തി ചോദിച്ചു, ഏട്ടൻ എന്തിനാ കരയുന്നേ? ലേട്ട കരയല്ലേട്ടാ എന്ന് സുനിത സുജിത്തിനോട് പറയാണ്. ഞാൻ അമ്മൂമ്മേനെ വിചാരിച്ചു പോയി. അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ അമ്മൂമ്മേനെ വിചാരിച്ചു പോയടി. നമ്മൾ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ച, നമ്മൾ മിടുക്കരായി മാറണമെന്ന് ആഗ്രഹിച്ച ഞാൻ നമ്മുടെ അമ്മൂമ്മയെ ഒന്ന് വിചാരിച്ചു പോയി. അങ്ങനെയല്ല മക്കളെ, നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുമ്പോൾ, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച, നമ്മുടെ കൂടെ നിന്ന് പോയ ആൾക്കാരെ നമ്മൾ ഓർക്കും. പെട്ടെന്നൊരു ദിവസം അവർ നമ്മളെ വിട്ടുപോകും. പക്ഷേ നമ്മൾ അവരെ ഓർക്കണം. നമ്മൾ വിജയത്തിലെത്തുമ്പോൾ നമ്മുടെ കൂടെ നിന്ന ആൾക്കാരാ നമ്മൾ ഓർക്കണം എന്നാണ് ഈ പാഠഭാഗം നമ്മോട് പറയുന്നത്. മാസങ്ങൾ കഴിഞ്ഞു. വയലിൽ നിറയെ കിഴങ്ങുവള്ളികളുടെ വയലറ്റ് നിറം പരന്നു. മാസങ്ങൾ കഴിഞ്ഞു മക്കളെ. ആ വയൽ നിറയെ വയലറ്റ് നിറമായി മധുരക്കിഴങ്ങിങ്ങനെ നിറഞ്ഞു നിൽക്കാണ്. ഇനി വിളവെടുപ്പിന് ഏതാനും മാസങ്ങളേ ഉള്ളൂ. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ ഇവർ കൃഷി ചെയ്ത മധുരക്കിഴങ്ങുകൾക്ക് ഇവർക്ക് എന്ത് ചെയ്യാം മക്കളെ? പറിച്ചെടുക്കുക. ഇവർ അധ്വാനത്തിൻ്റെ വില ഇവർക്ക് മനസ്സിലാകുന്ന സമയമാണത്. അതുവരെ കൃഷിക്കാർ കൊടുത്ത ആഹാരത്തിന് പകരമായി വള്ളികൾ തങ്ങളുടെ വേരുകളിൽ നന്ദി നിറച്ചു വയ്ക്കുന്ന സമയമാണ്. ഒരു കിഴങ്ങ് തൊലി പൊളിച്ചു കടിക്കുമ്പോൾ അതിൻ്റെ പാൽ നീരിൽ നിന്നും നാവിലേക്ക് ഇറങ്ങുന്ന മധുരത്തെക്കുറിച്ച് ഓർത്തപ്പോൾ സുനിതയുടെ വായിൽ വെള്ളമുറി. ഈ മധുരക്കിഴങ്ങിങ്ങനെ തൊലി പൊളിച്ച് കടിക്കുമ്പോൾ കിട്ടുന്ന മധുരത്തിൻ്റെ രുചി ആലോചിച്ചപ്പോൾ സുനിത എന്ന് പറയുന്ന 6 വയസ്സുകാരിയുടെ വായിൽ വെള്ളമുറി. അത്രയും ഇവരുടെ അധ്വാനത്തെക്കുറിച്ചാണ് ഈ പാഠഭാഗം പറയുന്നത്. എന്താണ് മക്കളെ? അധ്വാനത്തെക്കുറിച്ച് പാഠഭാഗം പറയുന്നുണ്ട്. പക്ഷേ എല്ലാ സിനിമയ്ക്കും എല്ലാ കഥക്കും ഒരു ദുരന്തം ഉണ്ടാവില്ല. അതേപോലെ ദുരിതം വരികയാണ്. പക്ഷേ പെട്ടെന്നൊരു ദിവസം കിഴങ്ങുവള്ളികൾ മഞ്ഞ നിറം വ്യാപിച്ചു. ഒരു മഞ്ഞ നിറം വന്നു, രോഗം വന്നു കിഴങ്ങുവള്ളികളിൽ. ചെടികൾ കരിഞ്ഞു തുടങ്ങി. കണ്ണെത്താ ദൂരത്തോളം വയൽ മുഴുവൻ മരണത്തിൻ്റെ മഞ്ഞ നിറം വ്യാപിക്കുന്നത് കണ്ട് കൃഷിക്കാർ നെഞ്ചത്ത് കൈവച്ചു. അല്ലേ, ആ കണ്ണെത്താ ദൂരത്തോളം വയൽ നിറയെ എന്ത് നിറം ബാധിക്കുകയാണ്? മഞ്ഞ നിറം ബാധിക്കുകയാണ്. കൃഷിക്കാരെ ആ മരണത്തിൻ്റെ മഞ്ഞ നിറം കണ്ട് കൈവച്ച് ചിന്തിച്ചു പോവുകയാണ്. ഇത്രയും നാളത്തെ അധ്വാനം വെറുതെയായി. ഇത്രയും നാളത്തെ അധ്വാനം വെറുതെ ആയിരിക്കുന്നു. അവിടുത്തെ എല്ലാ കൃഷിക്കാരും പാട്ടത്തിനെടുത്ത വയലിലെ മധുരക്കിഴങ്ങിൻ്റെ വള്ളികളെല്ലാം മഞ്ഞ നിറത്തിലായി നശിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ സുജിത്തിൻ്റെയും സുനിതയുടെയും വള്ളികളും നശിച്ചു പോകുമോ? മധുരക്കിഴങ്ങ് നശിച്ചു പോകുമോ? മക്കളെ നോക്കാം നമുക്ക്. ഇത്രയും നാളത്തെ അധ്വാനം വെറുതെയായി. പല പ്രതിമരുന്നുകളും തളിച്ചു നോക്കി, രക്ഷയില്ല. ഈ രോഗം വന്നാൽ വേരുകൾ വലുതായി, കിഴങ്ങുകൾ ഉണ്ടാകില്ല. അല്ലെ, ഈ മഞ്ഞ നിറം വ്യാപിച്ചാൽ വേരുകൾ വലുതാകും, കിഴങ്ങുകൾ ഇല്ലാണ്ടാവും. അതാണ് ഈ രോഗത്തിൻ്റെ പ്രത്യേകത. ഇത്തവണത്തെ കൃഷിയിൽ ഭീമമായ നഷ്ടമുണ്ടാകുമെന്ന് പരിചയസമ്പന്നരായ കർഷകർ വിധിയെഴുതി. അവിടെ മധുരക്കിഴങ്ങ് കൃഷി ചെയ്ത ഒരുപാട് പണം പൈസക്ക് കൊടുത്ത് പാട്ടത്തിനെടുത്ത വയലിൽ കൃഷി ചെയ്ത മധുരക്കിഴങ്ങെല്ലാം നശിച്ചു പോകുന്നു. എല്ലാ കൃഷിക്കാരുടെയും കിഴങ്ങുകൾ നശിച്ചു പോവുകയാണ്. ആ കൂട്ടത്തിൽ നമ്മുടെ സുജിത്തിൻ്റെയും സുനിതയുടെയും കിഴങ്ങ് നഷ്ടപ്പെടുമോ, നശിച്ചു പോകുമോ എന്ന് നമുക്ക് നോക്കാം മക്കളെ. അവർ വെള്ളമൊഴിപ്പും വളം ചേർക്കലും നിർത്തി. ആൾക്കാർ വെള്ളമൊഴിക്കലും വളം ചേർക്കലും നിർത്തി. ഇനി ആ കിഴങ്ങൊന്നും പിടിക്കൂലെന്ന് അവർക്ക് മനസ്സിലായി. പക്ഷേ സുനിതയ്ക്കും സുജിത്തിനും ഒന്നും മനസ്സിലായില്ല. അവർക്കൊന്നും അറിയില്ല ഈ രോഗത്തെക്കുറിച്ച്. അവരെപ്പോഴും വെള്ളം നനച്ചുകൊണ്ടേക്കും. അവർ എന്നും കാലത്ത് കണ്ടത്തിലിറങ്ങി വയലിലിറങ്ങി ചെടികളെ നനച്ചുകൊണ്ടിരുന്നു. കുട്ടികളുടെ മണ്ടത്തരമോർത്ത് മറ്റു കൃഷിക്കാർ ചിരിച്ചു. അല്ലേ, മറ്റു കൃഷിക്കാർ കളിയാക്കിയാണ്. എടാ മണ്ടന്മാർ, ഈ വെള്ളം വെച്ചിട്ട് കാര്യമുണ്ടാ? അതൊക്കെ പോയി നാശായിടാ, ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് നാട്ടുകാർ കുട്ടികളെ കളിയാക്കാണ്. തങ്ങളുടെ വിശപ്പിനപ്പുറം മറ്റൊന്നും അവർക്ക് ആലോചിക്കാൻ സമയമുണ്ടായിരുന്നില്ല. അവർക്ക് വിശപ്പാണ്, പണമല്ല പ്രധാനം. ഈ മധുരക്കിഴങ്ങ് കൊണ്ട് വിശപ്പ് മാറ്റണം, അതാണ് ഇവരുടെ ആഗ്രഹം. അതുകൊണ്ട് ഇവരെപ്പോഴും വെള്ളം ഒഴിച്ചു. മറ്റുള്ളവർക്ക് അതുകൊണ്ട് പൈസ ഉണ്ടാക്കണം ആ കിഴങ്ങ് വിറ്റ്. ഇവർക്കോ ആ കിഴങ്ങ് പുഴുങ്ങിയിട്ടും ഉണക്കിയിട്ടും ഇവരുടെ വിശപ്പ് മാറ്റണം, കഴിക്കണമെന്ന ആഗ്രഹം മാത്രമേ ഉള്ളൂ. ആഗ്രഹങ്ങളുടെ വ്യത്യാസം കാണാൻ സാധിക്കും. വിളവെടുപ്പ് വന്നു, ദിവസം വന്നു.
നിരാശരായി തൂമ്പയുമായി ആളുകൾ വയലിലേക്ക് ഇറങ്ങി മാന്താൻ തുടങ്ങി. ആൾക്കാരൊക്കെ മാന്താൻ തുടങ്ങി അവരുടെ കൃഷി. പക്ഷെ അവർക്കൊന്നും കിട്ടിയില്ല. നീണ്ട പാതിയിൽ വഴി വെച്ചിൽ വളർച്ച മുരടിച്ചു പോയ വേരുകൾ വലിച്ചെടുത്ത് പ്രാഗിക്കൊണ്ട് ഓരോരുത്തരായി വലിച്ചെറിഞ്ഞു. അവിടെയുള്ള മറ്റു കൃഷിക്കാരൊക്കെ കൃഷി ചെയ്ത മധുരക്കിഴങ്ങൊക്കെ എന്തായി? ഒന്നും കിട്ടിയില്ല, നശിച്ചുപോയി. ഈ മഞ്ഞ നിറം വ്യാപിച്ച്. പക്ഷേ നമ്മുടെ സുജിത്തിൻ്റെയും സുനിതയുടെയും വയലിൽ എന്ത് സംഭവിച്ചു നോക്കിയാലോ? ചിലർ കൃഷി ചെയ്ത വയലുകൾ അങ്ങനെ തന്നെ ഉപേക്ഷിച്ചു. എല്ലാവരും പോയപ്പോൾ സുനിതയും സുജിത്തും വയലിലേക്ക് ഇറങ്ങി. ഇനി ഇവരുടെ ഊഴമാണ്. ഇവർ കൃഷി ചെയ്ത മധുരക്കിഴങ്ങ് എന്തായി നോക്കാൻ വേണ്ടി ഇവരിറങ്ങി. തൂമ്പ കൊണ്ട് മണ്ണു നീക്കിയതും ചുവന്ന ശംഖുപോലെ മണ്ണിൽ കമിഴ്ന്ന് കിടക്കുന്ന കൂറ്റൻ കിഴങ്ങുകൾ. ഇവർ തൂമ്പ മാറ്റി നോക്കിയപ്പോൾ അതാ മക്കളെ, മറ്റുള്ള കൃഷിക്കാരുടെ മധുരക്കിഴങ്ങെല്ലാം നശിച്ചു പോയപ്പോഴും സുജിത്തിൻ്റെയും സുനിതയുടെയും മധുരക്കിഴങ്ങ് ഒരു ചുവന്ന ശംഖുപോലെ വിടർന്ന് വിളവെടുപ്പാൻ കാകമായി നിൽക്കുകയാണ് മക്കളെ. നല്ല മധുരക്കിഴങ്ങ് സുജിത്തിനും കൃഷി ചെയ്തപ്പോൾ കിട്ടി എന്നാ പറയണേ. ഇവരുടെ കൃഷി വിജയിച്ചു. മണ്ണിൽ കമിഴ്ന്നു കിടക്കുന്ന കൂറ്റൻ കിഴങ്ങുകൾ. അവർക്ക് അതിലൊന്നും അതിശയം തോന്നിയില്ല. അവ നഷ്ടങ്ങളെപ്പറ്റി ആ നിമിഷം വരെ ആലോചിച്ചു നോക്കുകയോ ആകുലപ്പെടുകയോ ചെയ്തിട്ടില്ല. ബാക്കിയുള്ള കർഷകരൊക്കെ നഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഇവർ നഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. അതുകൊണ്ടാണ് ഇവർക്ക് 100 മേനി വിളവ് കിട്ടിയത്. ഈ സംഭവം ഗ്രാമത്തിൽ പെട്ടെന്ന് വാർത്തയായി. അത്ഭുതം കാണാൻ നാട്ടുകാർ ഓടിക്കൂടി. അല്ല, ബാക്കിയെല്ലാ കർഷകരുടെയും മധുരക്കിഴങ്ങ് നാശമായി പോയിട്ടും ഈ കൊച്ചുകുട്ടികളായ സുനിതയും സുജിത്തും കൃഷി ചെയ്ത ഈ മധുരക്കിഴങ്ങ് ഒന്നും സംഭവിച്ചില്ല. അതുകൊണ്ട് ഇത് അത്ഭുതം നിറഞ്ഞ വാർത്തയല്ലേ ചെറിയനേട്ടൻ പറഞ്ഞ പോലെ. അതുകൊണ്ടാണ് ആൾക്കാർ ഈ കാഴ്ച കാണാൻ വേണ്ടി ഇവിടെ നിന്നൊക്കെ ഓടി ഇവരുടെ പറമ്പിലേക്ക് ഓടി വന്നത്. അത്ഭുതം കാണാൻ നാട്ടുകാർ ഓടിക്കൂടി. ആ വിളവെടുപ്പിൽ അവരും ചേർന്നു. ആര്? നമ്മുടെ സുജിത്തും സുനിതയും ചേർന്നു. കിഴങ്ങുകൾ നിറയ്ക്കാൻ ചാക്കില്ലാതെ ആളുകൾ മറ്റു വീടുകൾ അന്വേഷിച്ചു പോയി. ആ കിഴങ്ങ് നിറയ്ക്കാൻ ചാക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് ആളുകൾ വീണ്ടും ചാക്കിന് വേണ്ടി മറ്റു വീടുകളിലേക്ക് പോയി. ഈ സമയത്താണ് എൻ്റെ വരവ്. ആരുടെ വരവ്? ഈ ബസ് ഇറങ്ങിയിട്ട് നമ്മുടെ ആര് വരുന്നത്? നമ്മുടെ ആരടാ? സന്തോഷ് എഴുത്തുകാരൻ വരുന്നത്. ഞാൻ നോക്കി, എഴുത്തുകാരൻ നോക്കി. മധുരക്കിഴങ്ങ് ചാക്കുകൾക്കിടയിൽ 2 കുഞ്ഞു കിഴങ്ങുകളെ പോലെ സുജിത്തും സുനിതയും. അല്ലെ, മധുരക്കിഴങ്ങിൻ്റെ ചാക്കിൽ 2 കിഴങ്ങ് പോലെ ആരുണ്ട്? നമ്മുടെ സുജിത്തും സുനിതയും ഉണ്ട്. അവരുടെ ആത്മവിശ്വാസത്തിൽ നിന്ന് വെള്ളവും വളവും വലിച്ചെടുത്ത് വളർന്ന ആ കിഴങ്ങുകളിൽ ഒരെണ്ണം കടിച്ച് ഒരു ജന്മം മുഴുവൻ മതിലിച്ചുകൊണ്ട് ഞാൻ തിരിഞ്ഞു നടന്നു. അല്ലേ, ആ കൊച്ചു കുട്ടികൾ കൃഷി ചെയ്ത് വിളവെടുത്ത അവരുടെ പ്രയാസങ്ങളും ദാരിദ്ര്യങ്ങളും അവഗണനകളും അധ്വാനവും കൊണ്ട് അവർ അതൊക്കെ പരാജയപ്പെടുത്തി വിജയിച്ചു വന്നിരിക്കുകയാണ്. ഈ കൊച്ചു കുട്ടികൾ കൃഷി ചെയ്ത ആ മധുരക്കിഴങ്ങ് കടിച്ചുകൊണ്ട് ആ മധുരം രുചിച്ചുകൊണ്ട് എഴുത്തുകാരൻ തിരിഞ്ഞു നോക്കി നടന്നു പോവുകയാണ്. സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ പകൽ സ്വപ്നത്തിൽ വെയിലു കായാൻ വന്ന ഒരു നരി എന്ന് പറയുന്ന കഥാസമാഹാരത്തിലൊരു കഥയാണ് മധുരക്കിഴങ്ങിൻ്റെ രുചി. 2 കൊച്ചുകുട്ടികൾ സുജിത്തും സുനിതയും അനാഥരായിട്ട് ജീവിതത്തിൽ തളർന്നു പോകാതെ കൃഷി ചെയ്ത് വിജയിച്ച് മധുരക്കിഴങ്ങ് വിളയിച്ചെടുത്ത ഒരു അതിജീവനത്തിൻ്റെ പ്രചോദനാത്മകമായ കഥയാണ് നമ്മൾ പഠിച്ചത്. സെറ്റല്ല മക്കളെ? അടിപൊളി. ഇനി നമുക്ക് ഈ കഥയിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളെ ഒന്ന് പെട്ടെന്ന് പഠിച്ചു പോകാം. ചെറിയാനേട്ടൻ ചിരിച്ചു. ഒരു കൈക്കോട്ട് പൊന്തിക്കാൻ കഴിയാത്ത നീയോ? എനിക്ക് പൊന്തിക്കാൻ പറ്റും. അവൻ അവിടെ ഇരുന്ന കൈക്കോട്ടെടുത്ത് പൊക്കി കാണിച്ചു. ചെറിയോനേട്ടന് സങ്കടം വന്നു. ആ കണ്ടം നീ എടുത്തോടാ. ചെറിയോനേട്ടൻ ഈ രചനയിലെ ശക്തമായൊരു സാന്നിധ്യമായി തീരുന്നത് എങ്ങനെ? കഥാസന്ദർഭങ്ങൾ വിശകലനം ചെയ്യുക. 5 മാർക്കിൻ്റെ ചോദ്യം വരാം. ചെറിയോനേട്ടൻ എങ്ങനെയാണ് ഈ കഥയിൽ ശക്തമായ കഥാപാത്രമായി മാറുന്നത്? മനസ്സിൽ അലിവും സഹജീവി സ്നേഹവും നിലനിൽക്കുന്ന മനുഷ്യനാണ് ചെറിയോനേട്ടൻ. മനസ്സിൽ അലിവും സഹജീവി സ്നേഹവുമുള്ള കഥാപാത്രമാണ് ചെറിയോനേട്ടൻ. തങ്ങളുടെ നാട്ടിൽ അനാഥരായ കുട്ടികൾക്ക് ജീവിക്കാൻ ഒരു മാർഗം നൽകുകയായിരുന്നു അയാൾ. അല്ലെ, അനാഥരായ കുട്ടികൾക്ക് ജീവിക്കാൻ വേണ്ടി ഒരു മാർഗം നൽകി കൊടുക്കുകയാണ് ആര്? ഈ സുജിത്തിനും സുനിതയ്ക്കും ജീവിക്കാനുള്ള മാർഗം കൊടുക്കുകയാണ് നമ്മുടെ ചെറിയോനേട്ടൻ. സഹജീവി സ്നേഹവും നിറയുന്ന സാമൂഹിക പ്രതിബദ്ധതയുമാണ് ഈ കഥാപാത്രം പ്രകടമാക്കുന്നത്. അല്ലേ, സഹജീവി സ്നേഹം, സാമൂഹിക പ്രതിബദ്ധത, മനസ്സിൽ നന്മയുള്ള ഒരു കഥാപാത്രമായി ചെറിയോനേട്ടനെ കാണാൻ സാധിക്കും. ചിലപ്പോൾ കഥാപാത്ര നിരൂപണം ചെറിയോനേട്ടനെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് അതും പഠിക്കണം. ചെറിയ കുട്ടികളാണെങ്കിൽ പോലും അവരിൽ വിശ്വാസം അർപ്പിക്കാൻ അയാൾ തയ്യാറായി എന്നുള്ളതാണ് ആ മനുഷ്യന് നിറയുന്ന നന്മ എന്ന് കാണാം. ചെറിയ കുട്ടികളാണെങ്കിലും ആ കുട്ടികളെ വിശ്വസിച്ച് അവരെ മിടുക്കരായി പഠിപ്പിക്കുന്ന അവരുടെ കൂടെയുള്ള കഥാപാത്രമായി നമുക്ക് ആരെ കാണാം മക്കളെ? നമ്മുടെ ചെറിയോനേട്ടനെ നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അവരുടെ ആത്മവിശ്വാസത്തിൽ നിന്ന്
വെള്ളവും വളവും വലിച്ചെടുത്ത് വളർന്ന ആ കിഴങ്ങുകളെ ഒരെണ്ണം കടിച്ച് ഒരു ജന്മം മുഴുവൻ മധുരിച്ചുകൊണ്ട് ഞാൻ തിരിഞ്ഞു നടന്നു. അനുഭവക്കുറിപ്പിൽ മധുരക്കിഴങ്ങ് ഒരു പ്രധാന പ്രതീകമാകുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിക്കുക. 5 മാർക്കിൻ്റെ ചോദ്യം. ഈ മധുരക്കിഴങ്ങ് ഈ അനുഭവക്കുറിപ്പിൽ ഒരു പ്രതീകമായി മാറുന്നുണ്ടെന്നാണ് ചോദ്യം. നോക്കാം നമുക്ക്. ജീവിത പ്രതിസന്ധിയിൽ പിന്തിരിഞ്ഞു പോകാതെ അണ്ണാൻ കുഞ്ഞും തന്നാലായതെന്ന് പറയും പോലെ അവരാൽ ആകും വിധം അവർ അവരുടെ തൊഴിൽ ചെയ്യുകയും വിശപ്പിനെ ഇല്ലാതാക്കാൻ വേണ്ടി സ്വപ്നം കാണുകയും ചെയ്തു. അതിൻ്റെ ഫലം ജീവിതത്തിൽ മധുരമായി മാറുകയും കഥയിലെ മധുരക്കിഴങ്ങ് ജീവിതത്തിൽ ഒരു വിജയത്തിൻ്റെ മധുര പ്രതീകമായി മാറുകയും ചെയ്തു. അപ്പോൾ കഥയിലെ മധുരക്കിഴങ്ങ് ഒരു മധുരമായി മാറുന്നുണ്ട്. ഇവരുടെ ദാരിദ്ര്യം ഇല്ലാതാക്കുന്ന, ഇവരുടെ അധ്വാനത്തിൻ്റെ വില നാട്ടുകാർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു പ്രതീകമായി മധുരക്കിഴങ്ങും കഥയിൽ മാറുന്നുണ്ട്. അപ്പോൾ മക്കളെ, നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പഠിച്ചു. ഈ പാഠഭാഗം കൃത്യമായി പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾ 9ാം ക്ലാസ്സിൻ്റെ ആനുവൽ എക്സാമിലേക്ക് കടക്കുമ്പോൾ പ്രധാനമായും പഠിച്ചിരിക്കേണ്ട ഒരു പാഠഭാഗമാണ് നമ്മുടെ മധുരക്കിഴങ്ങിൻ്റെ രുചി. സന്തോഷിച്ച് കാണത്തിൻ്റെ. ഇപ്പം നമുക്ക് 9ാം ക്ലാസ്സിൻ്റെ ലൈവിന് തലേദിവസം കാണാം. എല്ലാവരും കൃത്യമായി പഠിക്കുക. 10ാം ക്ലാസ്സിൻ്റെ ബാച്ചിലേക്ക് നിങ്ങൾ എക്സാമിനിലേക്ക് ജോയിൻ ചെയ്യുക. എല്ലാവർക്കും എല്ലാവിധ ഭാവിയുടെ ആശംസകളും നേരുന്നു. എല്ലാവർക്കും നന്മകൾ വരട്ടെ. ഇറ്റ്സ് മീ ജോബിൻ ജോയി ഫ്രം എക്സാമിനർ. ബൈ.